ورحمة الله. الحمد لله رب العالمين. الحمد لله الذي خلق الإنسان وعلمه البيان. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. فقد قال الله سبحانه وتعالى في محكم تنزيل: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم لولا أنت ما اهتدينا ولا تصدقنا ولا صلينا. وأنزل السكينة علينا وثبت الأقدام إن لاقينا. والمشركون قد بغوا علينا وإن أرادوا فتنة أبينا. വേദിയിലുള്ള കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന സെക്രട്ടറി നാസർ സുല്ലമി അവർകൾ, ISMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK സക്കറിയ സലാഹി, മറ്റ് പണ്ഡിതന്മാർ, കേരള നദ്വത്തുൽ മുജാഹിദീൻ കേരളത്തിലുടനീളം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. വളരെ ശക്തമായ രൂപത്തിൽ രണ്ട് സംസാരങ്ങൾ ആമുഖ ഭാഷണത്തിലും ഉദ്ഘാടനത്തിലും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സുപ്രധാനമായ ചില വിഷയങ്ങളാണ് ഇന്നിവിടെ ചർച്ചയ്ക്ക് വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അല്ലാഹുവല്ലാത്തവരോടുള്ള സഹായത്തേട്ടം, അതോടൊപ്പം തന്നെ മാല മൗലിദുകൾ, ഖുതുബയുടെ ഭാഷ, സ്ത്രീ പള്ളിപ്രവേശം, ഇങ്ങനെ തുടങ്ങുന്ന വിഷയങ്ങൾ പ്രമാണങ്ങൾ എന്തു പറയുന്നു എന്നാണ് നമ്മൾ ഇവിടെയുള്ള ജനങ്ങളുടെ മുന്നിൽ ഉണർത്തുകയും ആ വിഷയത്തിന് വല്ല സംശയങ്ങളുമുണ്ടെങ്കിൽ ആ സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. വളരെ ചുരുങ്ങിയ സമയത്തിൽ വിഷയത്തിൻ്റെ
പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ സഹായം തേടുക, അല്ലെങ്കിൽ ആവലാതി ബോധിപ്പിക്കുക തുടങ്ങുന്ന പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്ന, ഇബാദത്തിൻ്റെ പരിധിയിൽ വരുന്ന എല്ലാ തേട്ടങ്ങളും ശിർക്കാണെന്നും പരസ്പരം മനുഷ്യർ തമ്മിൽ നടത്തുന്ന സാധാരണ രൂപത്തിലുള്ള സഹായത്തേട്ടം അത് പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനുവദിക്കപ്പെട്ടതാണെന്നും വളരെ വ്യക്തമായി നേരത്തെ പ്രഭാഷണത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കേരളത്തിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ, അല്ലെങ്കിൽ അവരോട് സഹായം തേടുവാൻ നമ്മുടെ സഹോദരങ്ങളായ പണ്ഡിതന്മാർ മുന്നോട്ട് വെക്കാറുള്ള പല തെളിവുകളും യഥാർത്ഥത്തിൽ 14 നൂറ്റാണ്ട് കാലം ലോകത്തിൻ്റെ മുന്നിൽ പ്രബോധനം നടത്തിയ മുൻഗാമികളായ മഹാമനീഷികളുടെ വാചകങ്ങളിലൂടെ തെളിയിക്കപ്പെടാൻ പറ്റുന്നതല്ല എന്ന് കേരളത്തിൽ ശക്തമായി മുജാഹിദ് പ്രസ്ഥാനം ബോധ്യപ്പെടുത്തിയതാണ്. കഴിഞ്ഞുപോയ ആളുകളെ വിളിച്ചു തേടാൻ വേണ്ടി എന്തൊക്കെയാണോ കെട്ടിയുണ്ടാക്കപ്പെട്ടത്, അതിനൊന്നിനും പ്രമാണത്തിൻ്റെ പിൻബലമില്ല. കാരണം അല്ലാഹുവല്ലാത്ത ആളുകളെ വിളിച്ചു തേടാൻ അവരുടെ സ്തുതികീർത്തനങ്ങൾ എന്ന പേരിൽ എഴുതപ്പെട്ടിട്ടുള്ള മാലകളും മൗലിദുകളും, അവരുടെ കറാമത്തുകളും മുഅ്ജിസത്തുകളുമൊക്കെ വിശദീകരിക്കുന്നു എന്ന പേരിൽ എഴുതപ്പെട്ടിട്ടുള്ള സംഗതികൾ അവരുടെ പേരിൽ പിൽക്കാലത്ത് കടത്തിക്കൂട്ടിയതാണ് എന്ന് വ്യക്തമായി നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മതത്തിൽ കേരളത്തിൽ ഇസ്ലാം കടന്നു വരുന്നത് നമുക്കറിയാം. കൃത്യമായ ചരിത്രത്തിൻ്റെ പിൻബലത്തോടെ പരിശോധിച്ചാൽ അത് ഇവിടെയുള്ള ചില പള്ളികളിൽ രേഖപ്പെടുത്തിയ വർഷം കണക്കാക്കുമ്പോൾ ഹിജറ 6-ാം വർഷത്തിലാണ്. ഹിജറ 6-ാം വർഷമെന്ന് പറഞ്ഞാൽ മദീനയിൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സന്ദർഭമാണ്. എന്നാൽ പിൽക്കാലത്ത് കടന്നു വന്ന ഒരു മനുഷ്യനെക്കുറിച്ച് അദ്ദേഹം വലിയുകളുടെ ഉന്നതമായ സ്ഥാനത്തിലാണ് ഉള്ളത് എന്ന് പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ ഒരു പുസ്തകത്തിൽ നേർച്ചകൾക്കും പ്രാർത്ഥനകൾക്കും അത്ഭുത ഫലം കൊണ്ട് പ്രശസ്തമായ അജ്മീർ ഉറൂസ് ഹിദായത്തു സുബിയാൻ സുന്നി മദ്രസ അജ്മീർ പൂന്തോപ്പ് പന്നിക്കോട്, ഈ പുസ്തകത്തിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ എഴുതി വച്ച വാചകങ്ങളെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അദ്ദേഹം എഴുതുകയാണ്, അജ്മീറിലെ ഖവാജ മുഈനുദ്ദീൻ ചിശ്തി എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കാൻ വേണ്ടി മദീനയിലെത്തിയെന്നും അങ്ങനെ മദീനയിലെത്തിയ അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നത്തിൽ അറിയിച്ചു കൊടുത്ത ഒരു സംഗതി അദ്ദേഹം ഇവിടെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ത്യ രാജ്യം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. അല്ലാഹുവിൽ നിന്നുള്ള ഒരു സമ്മാനമാണത്. ഇവിടെ ഈമാനിൻ്റെ പ്രകാശം എത്തിയിട്ടില്ല. സന്മാർഗ ശോഭയുമായി നിങ്ങൾ അവിടേക്ക് പോവുക, ഇരുളകറ്റുക. ഇന്ത്യയിൽ നിങ്ങളുടെ സ്ഥാനം അജ്മീറാകുന്നു. അവിടെ ധാരാളം ആളുകൾ നിങ്ങളെ സമീപിക്കും. അവരെ സന്മാർഗത്തിലേക്ക് നയിക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ ഫക്കീറുമാരും അമീറുമാരും കാണും. നിങ്ങളുടെ കർമ്മവേദിയാണ് അജ്മീർ, അന്ത്യവിശ്രമസ്ഥാനവും അതുതന്നെ. എന്താണ് ഇവിടെ പറഞ്ഞ വാചകം? കേരളത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിന് തുടക്കം കുറിക്കപ്പെട്ട കാലം ഹിജറ 6-ാം വർഷമാണെന്ന പള്ളികളിൽ കൊത്തിവെക്കപ്പെടുമ്പോൾ കേരളമടക്കമുള്ള ഇന്ത്യ രാജ്യത്തിലേക്ക് ഈമാനിൻ്റെ വെളിച്ചമെത്തിയിട്ടില്ലായിരുന്നുവെന്നും അത് കടന്നു വന്നത് അജ്മീർ ഷീഖ് വന്നപ്പോഴാണെന്നുമുള്ള ഒരു വാചകത്തിലൂടെ പൊളിച്ചടുക്കിയത്, ഈ വാചകത്തിലൂടെ പൊളിച്ചെടുക്കപ്പെടുന്നത് ഇന്ത്യ രാജ്യത്തിൽ മുസ്ലിമീങ്ങൾ കടന്നു വന്ന ആ കാലഘട്ടത്തെയാണ് ഇവിടുന്ന് തകർക്കുന്നത്. എന്താണ് തകർക്കാനുള്ള കാരണം?
അജ്മീർ ശൈഖിന്റെ പോരിശ പറയാൻ വേണ്ടി എഴുതപ്പെട്ടപ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം തകർക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാനൊരു ഉദാഹരണം എടുത്തു പറഞ്ഞതാണ്. കാരണം മഹാന്മാരെന്ന് വിളിക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി അവരുടെ അവദാനങ്ങൾ വായിക്കുക എന്ന പേരിൽ എഴുതപ്പെടുന്ന പുസ്തകങ്ങളും അവരുടെ പേരിൽ ഉണ്ടാക്കപ്പെടുന്ന മാലകളും മൗലിദുകളുമെല്ലാം ഇത്തരത്തിൽ പല പൈതൃകങ്ങളെയും തകർത്തെറിയുകയും ഇത്തരത്തിൽ കൃത്യമായ വിശ്വാസങ്ങളുടെ മേൽ കരുനിർത്തുകയും ചെയ്യുന്നതാണ് എന്ന് ഞാനും നിങ്ങളും പഠിച്ചു വെക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്ന സുന്ദരമായ ആശയം നേരത്തെ ഇവിടെ നിങ്ങൾ കേട്ടതുപോലെ അള്ളാഹുവിനോട് മാത്രം നിങ്ങൾ സഹായം തേടണമെന്നാണ്. നിങ്ങൾക്കറിയുമോ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യപുത്രനാണ്. ആ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പിന്നിൽ ഇരുത്തിക്കൊണ്ട് റസൂലുള്ള യാത്ര ചെയ്യുമ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്. ഏ പൊന്നുമോനെ, ഞാൻ നിനക്ക് ചില വചനങ്ങളൊക്കെ പഠിപ്പിച്ചു തരാം. ആ വചനങ്ങളിൽ ഉത്കൃഷ്ടമായ വാചകങ്ങളെ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതാ റസൂലുള്ളാഹിന്റെ വാചകം നമുക്ക് വായിക്കാം. അതിലെ പ്രധാനപ്പെട്ട 2 വാചകങ്ങൾ മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്, ഇദാ സഅൽത ഫസ്അലില്ലാഹ് ഇദാ സഅൽത ഫസ്തഇൻ ബില്ലാഹ്. മോനെ, നിനക്കെന്തെങ്കിലും ചോദിക്കണോ, അള്ളാഹുവിനോട് ചോദിച്ചോ. നിനക്കെന്തെങ്കിലും സഹായം വേണോ, അള്ളാഹുവിനോട് സഹായം തേടിക്കോ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ചെരുപ്പിന്റെ വാറ് പൊട്ടിയാലും അള്ളാഹുവിനോട് ചോദിക്കണമെന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ആദർശമാണ് സഹാബത്ത് ലോകത്തിന് വിളംബരം ചെയ്തത്. ഈ ആദർശമാണ് മഹാമനീഷികൾ ലോകത്തോട് പറഞ്ഞത്. ഇതാ ഞാൻ നിങ്ങളോട് പറയട്ടെ, മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഫത്ഹുർ റബ്ബാനി അൽ ഫൈളുർ റഹ്മാനി എന്ന ഗ്രന്ഥം, ഈ ഗ്രന്ഥം അച്ചടിച്ചു വിതരണം ചെയ്യുന്ന പ്രസാധകന്മാർ ഈ പുസ്തകം പുറത്തിറക്കുമ്പോൾ ഇതിൻ്റെ 18ാമത്തെ പേജിൽ ഒരു വിഷയമെടുത്തു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 18ാമത്തെ പേജിൽ ഒരു സംഭവം കൊടുക്കുന്നുണ്ട്. ആ സംഭവം എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശം മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് പൊന്നമോന് പകർന്നു കൊടുക്കുകയാണ്. അതാ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് വഫാത്താകാൻ പോകുന്ന സമയം, മരണശയ്യയിൽ കിടക്കുന്ന സമയം, തൻ്റെ പ്രിയപ്പെട്ട പുന്നാര മകൻ അബ്ദുൽ വഹാബ് കടന്നു വന്നിട്ട് ഉപ്പാനോട് ചോദിക്കുന്നു, ഉപ്പാ നിങ്ങൾ എനിക്കൊരു വസിയത്ത് തരണേ ഉപ്പാ, നിങ്ങൾ എനിക്കൊരു നസീഹത്ത് തരണേ ഉപ്പാ. മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് പറഞ്ഞു കൊടുക്കുകയാണ്, പൊന്നുമോനെ, അലൈക ബിതഖ്വല്ലാഹ്, മോനെ നീ അല്ലാഹനെ സൂക്ഷിച്ചു ജീവിക്കണേ. വലാ തഖഫ് അഹദൻ സിവല്ലാഹ്, അല്ലാഹനെ അല്ലാതെ ഒരാളെയും പേടിക്കല്ല. വലാ തർജു അഹദൻ സിവല്ലാഹ്, അല്ലാഹനെ അല്ലാതെ ഒരാളെയും പ്രതീക്ഷിക്കല്ല. വക്കീലുൽ ഹവായിജ ഇലല്ലാഹ്, മോനെ നിന്റെ ആവശ്യങ്ങളെല്ലാം അല്ലാഹുവിലേക്ക് നീ ഏൽപ്പിക്കണേ. വലാ തഅ്തമിദ് ഇല്ലാ അലൈഹി, അവന്റെ മേലല്ലാതെ നീ ആശ്രയിക്കരുത്. വതുലുബ്ഹാ ജമീഅൻ മിൻഹു, എല്ലാം അല്ലാഹുവിൽ നിന്ന് നീ തേടിക്കോ.
വലാ തഫിഖ് ബി അഹദിൻ സിവല്ലാഹ്. മോനെ, അല്ലാഹുവിനെ അല്ലാതെ നീ അവലംബം കാണരുത് കേട്ടോ. മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ല പഠിപ്പിച്ചു കൊടുത്ത അവസാനത്തെ വസിയ്യത്താണ്, നസീഹത്താണിതെന്ന് ഈ ഗ്രന്ഥം അച്ചടിച്ച് വിതരണം ചെയ്യുന്ന പ്രസാധകന്മാർ ഈ ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ ഇത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ വാചകങ്ങൾ എവിടെയാണ് രേഖപ്പെടുത്തിയെന്നറിയോ? ഫുതൂഹുൽ ഗൈബിലെ അലാ ഹാമിശ് ഖലാഇദുൽ ജവാഹിർ, ഖലാഇദുൽ ജവാഹിർ എന്ന ഫുതൂഹുൽ ഗൈബിന്റെ ഹാമിഷിൽ കാണാം. അതിന്റെ 130-ാമത്തെ പേജിൽ ഇത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആദർശം ഈ മഹാന്മാരായ പണ്ഡിതന്മാർ ലോകത്തിന് പഠിപ്പിച്ചു തന്നതാണ്. എന്നാൽ മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലക്ക് പരിചയമില്ലാത്ത ഒരു പുതിയ ആദർശമാണ് ഖുത്ബിയത്തിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. അവിടെ അതാ സദഖത്തുല്ലാഹിൽ ഖാഹിരി എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടുകാരനായ ഒരു മുസ്ലിയാർ, അദ്ദേഹം എഴുതിയ ഈ പുസ്തകമുണ്ടല്ലോ, അതിലതാ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്, അൽഫം ബി ഖൽവതിഹി അസ്മൻ ബി ഹിമ്മതിഹി സ്വർമൻ ലി വഫവതിഹി അജബതുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി فليدعو يا عبد القادر محي الدين. മുഹ്യിദ്ദീൻ ശൈഖിനെ 1000 വട്ടം വിളിക്കാനുള്ള കൽപ്പനയാണ്. 1000 വട്ടം അതാ ശ്രദ്ധയോടെ, യാതൊരുവിധ ശ്രദ്ധയും അശ്രദ്ധയെല്ലാം വെടിഞ്ഞ് ശ്രദ്ധയോടെ, മനക്കരുത്തോടെ, ദൃഢനിശ്ചയത്തോടെ എന്നെ 1000 വട്ടം വിളിച്ചാൽ ഞാൻ അവന് ഉത്തരം നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹ്. മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് പറഞ്ഞതെന്താണെന്നറിയോ? വഖുൽ ഇദാ ലഖത്തിൽ അഹ്വാലു മുബ്തഹിലൻ. ഓ മോനെ, നിനക്ക് വല്ല പ്രയാസവും വന്നാൽ, അതേ മകനെ, നിന്റെ ജീവിതം ദുസ്സഹമായാൽ, കുടുസായാൽ, ബിറഫഇ സൗത്തിൻ അലാ യാ ഗാറത്തല്ലാഹി, ഉയർന്ന ശബ്ദത്തിൽ നീ വിളിച്ചോ, അല്ലാ എന്നെ സഹായിക്കണേ, അല്ലാഹുവേ എന്നെ സഹായിക്കണേ എന്ന് നീ അല്ലാഹനെ വിളിച്ചോ മോനെ. മലി മലാദുൽ വലാദുഖുറുൽ ആലുദു ബിഹി വലാ ഇമാദുൽ വലാ ഹിറുസുൽ സിവല്ലാഹി. ശൈഖ് അവറുകളുടെ പ്രഖ്യാപനമാണ്, എനിക്ക് യാതൊരു അഭയസങ്കേതവുമില്ല, രക്ഷാസങ്കേതവുമില്ല, അല്ലാതെ ഒരു അഭയസങ്കേതവുമില്ല. നേരത്തെ പറഞ്ഞതും ഈ വാചകം തമ്മിലൊന്ന് കൂട്ടി വായിച്ചു നോക്കൂ നിങ്ങൾ. മുജാഹിദുകൾ പറയുന്നു, റസൂലുള്ള പഠിപ്പിച്ച ആദർശമാണ്. അല്ലാത്ത ഒരാളോടും നിങ്ങൾ അള്ളാഹുവിനോട് തേടുന്ന പോലെ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ആ സഹായം അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടുന്നത് ശരിയല്ല. അത് ശിർക്കൻ സമ്പ്രദായങ്ങളാണ്. ഈ സമ്പ്രദായത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയതാണ് മാലകളും മൗലിദുകളും. മൗലിദുകളാകട്ടെ കെട്ടുകഥകളുടെ കേദാരമാണ്, കെട്ടുകഥകളുടെ ഭാണ്ഡമാണ് മൗലിദ് കിതാബ് എന്ന് പറയുന്നത്. അവിടെ അതാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ കളവ് വരാൻ സാധ്യതയുണ്ടെന്ന രൂപത്തിൽ, റസൂലുള്ളാഹിന്റെ നാവിൽ നിന്ന് കളവ് വന്നാലും പ്രശ്നമില്ല എന്ന രൂപത്തിൽ പറയപ്പെടുന്ന കഥകൾ മൗലിദ് കിതാബിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. മാത്രമല്ല, അല്ലാഹുവിന്റെ പ്രവാചകന് സംഭവിച്ചിട്ടില്ലാത്ത ഒട്ടനവധി വിഷയങ്ങളെ അതിൽ കുത്തി നിറച്ചിട്ടുണ്ട്. ഇങ്ങനെ 100 കണക്കിന് കാര്യങ്ങൾ, അബദ്ധജടിലങ്ങളായ വാദങ്ങൾ കെട്ടിനിറ ാണ് മൗലിദ് കിതാബുകളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. വല്ലാതെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇത്തരം ഈ വിഷയങ്ങൾ ആരെങ്കിലും നിഷേധിക്കപ്പെട്ടാൽ അവർക്ക് കൃത്യമായ തെളിവോടെ നമ്മളത് ബോധ്യപ്പെടുത്തി കൊടുക്കും ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ,
അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് പറയാറുള്ളത്. നേരത്തെ നാസർ സുല്ലമി അവർകൾ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ ഒരാളോടും പ്രാർത്ഥിക്കുന്നില്ല. ഞങ്ങൾ സഹായം തേടുന്നതേയുള്ളൂ. അത് മഹാന്മാർക്ക് കൊടുത്ത കഴിവിൽ നിന്നാണ്. മാത്രമല്ല മഹാന്മാർ അള്ളാഹിൻ്റെ അടുത്ത് ശുപാർശ ചെയ്യാനാണ് എന്ന വാദഗതി പോലെ തന്നെയാണ് മഹാന്മാരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനാണ് മൗലിദുകളും മാലകളും ഞങ്ങൾ ഉണ്ടാക്കുന്നതെന്ന വാദം അതും അബദ്ധ ജടിലങ്ങളാണ്. കാരണം ഇതിൽ കുത്തി നിറക്കപ്പെട്ടത് അത് സ്നേഹപ്രകടനമല്ല, ഇസ്ലാമിൻ്റെ അടിവേര് തകർക്കുന്ന വർത്തമാനങ്ങളാണ്. ഇതുപോലെ തന്നെ മറ്റൊരു സംഗതിയാണ് സ്നേഹപ്രകടനത്തിനെന്ന പേരിൽ കൊണ്ടുവന്നിട്ടുള്ള നബിദിനാഘോഷമെന്ന് വിളിക്കപ്പെടുന്ന സംഗതി. യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എന്ന് ഖണ്ഡിതമായി പറയാൻ ഇസ്ലാമിലൊരു പ്രമാണവുമില്ല. റബീഉൽ അവ്വൽ 12-നാണ് റസൂലുള്ള ജനിച്ചതെന്ന് ഖണ്ഡിതമായി പറയാൻ ഇസ്ലാമിൽ യാതൊരു തെളിവും നമുക്ക് കാണാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ബർസഞ്ചി മൗലിദ് എന്ന് വിളിക്കപ്പെടുന്ന മൗലിദ് കിതാബിലെ ഒരു മൗലിദിൽ കൃത്യമായി പറഞ്ഞു, വഖ്തുലിഫ ഫീ ആമി വിലാദതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വർഷത്തിൽ ഇഖ്തിലാഫ് അഭിപ്രായ വ്യത്യാസമുണ്ട്. വഫീ ശഹ്രിഹാ വഫീ യൗമിഹാ, റസൂലുള്ള ജനിച്ച മാസത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, റസൂലുള്ള ജനിച്ച ദിവസത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതെവിടെയാ പറഞ്ഞത്? ഇത് ബർസഞ്ചി മൗലിദിൽ രേഖപ്പെടുത്തിയതാണ്. ഞങ്ങൾ പറഞ്ഞു, അതുകൊണ്ടല്ലേ കേരളത്തിൽ ചൊല്ലപ്പെടുന്ന, കേരളത്തിൽ വായിക്കപ്പെടുന്ന, ഇതാ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പള്ളികളുണ്ടല്ലോ, ആ പള്ളികളിൽ റബീഉൽ അവ്വലിൽ നടത്തപ്പെടുന്ന ഖുതുബ, ആ ഖുതുബ ഇതാണല്ലോ. ഇബ്നു നബാത്തത്തുൽ മിസ്രി അദ്ദേഹം ഈജിപ്തിൽ നടത്തിയ ഖുതുബകൾ ക്രോഡീകരിച്ചുണ്ടാക്കപ്പെട്ട ഖുതുബ, ഈ ഖുതുബയാണല്ലോ പള്ളികളിൽ വായിക്കപ്പെടുന്നത്. റബീഉൽ അവ്വലിലെ 5 ഖുതുബകളിൽ ആദ്യത്തെ 2 ഖുതുബയും ജന്മദിനാഘോഷവുമായി ബന്ധമില്ല. ആകെ പറയുന്നത് വഫാത്തുൻ നബി, റസൂലുള്ളാഹിന്റെ വഫാത്തിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ഞാൻ ചോദിക്കട്ടെയോ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നബിദിനാഘോഷം അങ്ങനെ ഒരു പുണ്യകർമ്മമാണെങ്കിൽ, അങ്ങനെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതാണെങ്കിൽ, എന്തുകൊണ്ട് ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ ഖുതുബ കിതാബിൽ നിന്ന് ഇതെടുത്ത് മാറ്റപ്പെട്ടത്, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു ഖുതുബ നടത്താഞ്ഞത്? ഇത് മുജാഹിദുകൾ ചോദിച്ച സന്ദർഭത്തിലാണ് കേരളത്തിലെ കാന്തപുരം വിഭാഗം പുതിയ ഒരു ഖുതുബ കിതാബ് ഉണ്ടാക്കി. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ മരിക്കുന്നതിന് മുമ്പ് ഒരു ഖുതുബ കിതാബ് ഉണ്ടാക്കി, മുഖ്തസറുൽ ഖുതുബുൻ നബാത്തി അൽ നെല്ലിക്കുത്തി. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരെ പേരിൽ ഒരു ഖുതുബ കിതാബ്. ഈ കിതാബ് ചുരുക്കിയതാണ് ഇതെന്നാണ് പറയുന്നത്. രണ്ടും കൂടി നിങ്ങളൊന്ന് നോക്ക്, ഇത് ചുരുക്കിയതാണോ അതല്ല മുത്തവ്വലാണോ? ഇത് മുഖ്തസറാ അല്ല ഇത് മുത്തവ്വല? മാത്രമല്ല, ഇതിൽ പറയപ്പെടുന്ന 5 മൗലിദുകളെ ഇതിലേക്ക് ചേർത്ത് വെച്ചാൽ ഇതിലെ ഒന്നാമത്തെ ഖുതുബ വഫാത്തുൻ നബി, ഒന്നാമത്തെ വെള്ളിയാഴ്ച റബീഉൽ അവ്വൽ. ഇതിലെ ഒന്നാമത്തെ ഖുതുബ മദ്ഹുൻ നബി, റസൂലുള്ളാഹിന്റെ മദ്ഹ്. ഇതിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചത്തെ ഖുതുബ വഫാത്തുൻ നബി. ഇതിൽ രണ്ടാമത്തെ വെള്ളിയാഴ്ചത്തെ ഖുതുബ അഹ്വാലുൻ നബി. ഇതിൽ മൂന്നാമത്തെ ഖുതുബ തസറുഫുസ് സമാനി വൽ മആദ്, കാലഘട്ടം മാറി മാറി വരുന്നതും അതോടൊപ്പം തന്നെ മടക്കവുമാണ്. ഇതിൽ മൂന്നാമത്തെ ഖുതുബ മുഅ്ജിസാത്തുൻ നബി. ഇതിൽ നാലാമത്തെ ഖുതുബ തസറുഫുസ് സമാനി വൽ ഖിയാമ, ഖിയാമത്തും കാലഘട്ടം മാറി മാറി വരുന്നതും. ഇതിൽ നാലാമത്തെ ഖുതുബ അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ളു ഫില്ലാഹ്. ഇതിൽ അഞ്ചാമത്തെ ഖുതുബ അൽ മൗത്ത് വൽ മആദ്, മരണവും മരണാനന്തരവും. ഇതിൽ അഞ്ചാമത്തെ ഖുതുബ വഫാത്തുൻ നബി. പറയൂ, ഇത് മുഖ്തസറാണോ? ഇത് മുഖ്തസറാണോ? മുഖ്തസർ എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ചുരുക്കിയെന്നാണ്. ഇതൊന്ന് ചുരുക്കുമ്പോഴെങ്ങനെയാണ് മൗളൂഅ് മാറുക? ഇതൊന്ന് ചുരുക്കപ്പെടുമ്പോഴെങ്ങനെയാ മൗളൂഅ് വെട്ടി ചുരുക്കപ്പെടുക? എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കണം. ഞങ്ങൾ പറയുന്നു, നബിദിനാഘോഷത്തിന് തരുമ്പും തെളിവുണ്ടായിരുന്നെങ്കിൽ ഈ വിഷയം എന്തുകൊണ്ട് സാന്ദർഭികമായ ഖുതുബ നടത്തിയ ഇബ്നു നബാത്തത്തുൽ മിസ്രി തന്റെ ഖുതുബയിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല?
നിങ്ങൾ പരിശോധിക്കും പ്രിയപ്പെട്ട സഹോദരന്മാരെ. അപ്പോ നബിദിനാഘോഷമെന്ന് വിളിക്കപ്പെടുന്ന ഈ സംഗതി പണ്ഡിതന്മാര് മുഴുവനും പറഞ്ഞു, അസ്ലു അമലിൽ മൗലിദ് ബിദ്അ. മൗലിദിന്റെ അടിസ്ഥാനം തന്നെ ബിദ്അത്താണ്. മൗലിദിന്റെ അടിസ്ഥാനം തന്നെ ബിദ്അത്താണ്. അതേ 3 നൂറ്റാണ്ട് ജീവിച്ചിരുന്ന ഒരാളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നേ ഇല്ല. ഇനി ആര് വന്നിട്ട് എന്താ വർത്താനം? ചില ആളുകൾ പറഞ്ഞു ഇത് ബിദ്അത്താണെങ്കിലും ഹസനത്താണ്. ഖൗലുൻ നബിയേക്കാളും വലുതാണോ ഈ വർത്തമാനം? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന്റെയും റസൂലിന്റെയും മുന്നിൽ കടക്കരുത്. ഖുർആന്റെ പ്രയോഗം, സൂറത്ത് ഹുജറാത്തിന്റെ തുടക്കം. എന്നാൽ പിൽക്കാലത്ത് വന്ന ചില ആളുകൾ അത് തെറ്റിക്കുന്നു. റസൂലുള്ള പറഞ്ഞു കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്. പിൽക്കാലത്ത് വന്ന ചില ആളുകളൊക്കെ പറഞ്ഞു ബിദ്അത്തിൽ ഹസനത്തുണ്ട്. ചില ആളുകൾ പറഞ്ഞു ഹസനത്തുണ്ട് എന്ന്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കുല്ലു ബിദ്അത്തിൻ ളലാല വഇൻ റആഹ അന്നാസു ഹസന. ജനങ്ങൾ അത് നല്ലതാണെന്ന് കരുതിയാലും ബിദ്അത്തുകളെല്ലാം ളലാലിയത്താകുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം നമുക്ക് വായിക്കാം. പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, അപ്പൊ കൃത്യമായി ഞാനും നിങ്ങളും അത് മനസ്സിലാക്കി വെക്കണം. ഇനി പ്രിയപ്പെട്ടവരെ, മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സ്ത്രീകളുടെ പള്ളിപ്രവേശം. സ്ത്രീകളുടെ പള്ളിപ്രവേശം, സ്ത്രീകൾക്ക് പള്ളി ഹറാമാണ് എന്ന ഒരു ഫത്വ കേരളത്തിലാണ് ആദ്യമായി കൊണ്ടുവരപ്പെട്ടത്. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകൽ ഹറാമാണെന്ന്, നിരുപാധികം നിഷിദ്ധമാണെന്ന് ലോകത്തൊരു പണ്ഡിതനും അങ്ങനെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാരെല്ലാം അനുവദനീയമാണ് എന്ന് പറഞ്ഞവരാ. ഞാനൊരു ഉദാഹരണം പറയാം. ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരി, ഇമാം മുസ്ലിമിന്റെ സഹീഹ് മുസ്ലിം, രണ്ടിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാചകങ്ങളുടെ ചില്ലറ വ്യത്യാസം മാത്രമുള്ളൊരു ഹദീസ്. ഹുന്ന നിസാഉൽ മുഅ്മിനാത്തി യശ്ഹദുന മഅ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്തൽ ഫജ്ർ മുതലഫിആത്തിൻ ബിമുറൂതിഹിന്ന ثم ينقلبن إلى بيوتهن حين يقضين الصلاة لا يعرفهن أحد من الغلس. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അവരുടെ സഹീഹിൽ രേഖപ്പെടുത്തി ചില്ലറ വ്യത്യാസമുണ്ട്. അവിടെ അതാ ആദ്യത്തെ പ്രയോഗം ഹുന്ന നിസാഉൽ മുഅ്മിനാത്ത് അല്ലെങ്കിൽ കുന്ന നിസാഉൽ മുഅ്മിനാത്ത്. ഈ രണ്ട് പദങ്ങൾ വിശദീകരിക്കുമ്പോൾ ഇമാം നവവിയും അതുപോലെ തന്നെ ഇബ്നു ഹജർ അസ്ഖലാനിയും അവർ രേഖപ്പെടുത്തുകയാണ്, അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാചകത്തിന്റെ പ്രത്യേകത എന്താ? ഐ ഫാദിലാത്തിൽ മുഅ്മിനാത്ത്, മുഅ്മിനത്തുകളിലെ ശ്രേഷ്ഠവനിതകൾ, മുഅ്മിനാത്തുകളിലെ ശ്രേഷ്ഠവനിതകൾ. ആ ശ്രേഷ്ഠവനിതകളാണ് സുബഹിക്ക് പള്ളിയിലേക്ക് പുറപ്പെട്ടത്. പള്ളിയിൽ റസൂലുള്ളാഹിന്റെ പിന്നിൽ നിസ്കരിച്ചത് എങ്ങനെ? മുതലഫിആത്തിൻ ബിമുറൂതിഹിന്ന, അവർ മൂടുപടം അണിഞ്ഞുകൊണ്ടാണ് നിസ്കരിച്ചത്. വീട്ടിൽ പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ ആ പുറത്തു പോകുന്ന സ്ത്രീകളെ ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല. ഇത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി പറയുകയാണ്, സ്ത്രീകൾക്ക് പള്ളിയിൽ പോയി നമസ്കരിക്കൽ അനുവദനീയമാണ്, ഇതിൽ നിന്ന് കിട്ടുന്നു. തീർന്നില്ല. അദ്ദേഹം പറഞ്ഞു, രാത്രി എന്ന് പറഞ്ഞാൽ ഫിത്നയും കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയേറെയുള്ള സമയമാണ്. ആ സമയത്ത് പോയി എന്ന് വന്നാൽ പകൽ എന്തുകൊണ്ടും പോകാം, പകൽ ഔലയാണ്, അതിൽ സംശയമില്ല. കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ. അതുപോലെ പണ്ഡിതന്മാരെല്ലാവരും അത് രേഖപ്പെടുത്തുകയാണ്. പക്ഷേ അപ്പോഴും റസൂലുള്ളാഹിന്റെ ചില ഹദീസുകളുണ്ട്. അതെന്താ? ഒരു പെണ്ണ് സുഗന്ധദ്രവ്യം ഉപയോഗിച്ചാൽ പള്ളിയിലേക്ക് പോകാൻ പാടില്ല. പള്ളിയിലേക്കെന്നല്ല, പുറത്തേക്ക് തന്നെ പോകാൻ പാടില്ല. പെണ്ണതാ കാലിൽ ചങ്ങലയിട്ടാൽ അഥവാ ഖൽഖാല് പാദസ്വരമിട്ടാൽ അതിന്റെ ശബ്ദത്തിൽ ആകർഷണീയതയുണ്ടെങ്കിൽ പോകരുത്, ഇറങ്ങരുത്. ഇങ്ങനെ എത്ര വാചകങ്ങളുണ്ട്. അത് പള്ളിയിലേക്ക് മാത്രമാണോ? എല്ലാ സ്ഥലത്തേക്കും അത് ബാധകമാണ്. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഇന്ന് പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകൽ ഹറാമാണ്. പക്ഷേ പള്ളിയുടെ തൊട്ടടുത്തുള്ള മദ്രസയിലേക്ക് സ്വലാത്ത് വാർഷികത്തിന് പോകാം, ദിക്ർ ഹൽക്കക്ക് പോകാം, ഉസ്താദുമാരെടുക്കുന്ന ക്ലാസ് കേൾക്കാൻ പോകാം. അതുപോലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഷോപ്പിങ്ങിന് പോകാം, കല്യാണ മണ്ഡപത്തിൽ കല്യാണത്തിന് പോകാം. ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്കും പോകാം.
പള്ളിയിൽ പോകൽ ഹറാം, കാരണം അവിടെ ഫിത്നയാണല്ലോ. എന്താ മക്കളെ, അവിടെ മാത്രം ഒരു ഫിത്ന, ബാക്കി എല്ലായിടത്തും എന്തായി? നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ. പണ്ഡിതന്മാരത് കൃത്യമായി പഠിപ്പിച്ചു തന്നില്ലേ? തടയാൻ പാടില്ല എന്ന് റസൂലുള്ളാഹിന്റെ ഹദീസില്ലേ? ഹറാമാണെന്ന് നിരുപാധികമായി പറയാൻ പാടുണ്ടോ? മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കരങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒന്നാമത്തെ പള്ളിയാണ് മസ്ജിദ് ഖുബയും മസ്ജിദ് നബവിയും. അവിടെ നമ്മൾ കാണുന്നു ഇപ്പോഴും ബാബുൻ നിസാ, സ്ത്രീകൾക്ക് കടന്നു വരാനുള്ള വാതിൽ. അപ്പോ പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കണം, ഒരൊറ്റ വാചകം കൂടെ കൂട്ടി വയ്ക്കട്ടെ അതിനകത്ത്. ഇന്ന് എല്ലാ പള്ളികളും, പ്രത്യേകിച്ച് ടൗൺ ഏരിയകളിലെ മുഴുവൻ പള്ളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലേഡീസ് ഓൺലി മസ്ജിദും ഉണ്ട്. അതെന്താ കാര്യം? സ്ത്രീകൾക്ക് നാട്ടിൽ നിന്ന് പുറത്തു വന്ന് അവർ ഷോപ്പിങ്ങിന് വന്നാൽ, അതുപോലെ ഹോസ്പിറ്റൽ വന്നാൽ അവർക്ക് നമസ്കാരം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് പുരുഷന്മാർക്ക് നിസ്കാരം കിട്ടുന്നു, സ്ത്രീകൾക്ക് കിട്ടണില്ല. അതുകൊണ്ട് ബഹുമാന്യനായ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹം ശക്തമായി പറഞ്ഞു, അവർക്കൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കൽ നല്ലതാണ്. അങ്ങനെ സൗകര്യം ഉണ്ടാക്കി പള്ളിയോട് ചേർന്നിട്ട് അവിടെ ചിലയിടത്ത് എഴുതി വെച്ചു, യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സ്ഥലം. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഹറാമാണ് പെണ്ണ് പള്ളിയിൽ പോകലെങ്കിൽ ലേഡീസ് ഓൺലി പള്ളിയിൽ കയറിയാൽ നിസ്കരിക്കൽ ഹറാമല്ല എന്ന് ഏത് കിതാബിലാണുള്ളത്? ഏത് ഹദീസിലാണതുള്ളത്? ഏത് സുന്നത്തിലാണതുള്ളത്? പരിശോധിക്കപ്പെടേണ്ടതല്ലേ? നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ഇനി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് പഠിപ്പിച്ചു കൊടുത്തു, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട്. അതേ, ആ നിബന്ധനയിൽ ഒരു പ്രധാനപ്പെട്ടത്, അവരെ കൊണ്ടോ അവരുടെ മേലോ ഫിത്ന ഉണ്ടാവരുത്. ആ ഫിത്ന പള്ളിയിലേക്ക് മാത്രമല്ല എല്ലായിടത്തേക്കും ബാധകമാണ്. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഷർത്തുകളൊത്താൽ പെണ്ണിന് പള്ളിയിൽ പോകൽ അനുവദനീയമാണ്. ഇനി ഒരു കാര്യം കൂടി പറയണം, മുജാഹിദുകളുടെ പള്ളിയിൽ അവർ ജുമാഅയുടെ ഖുത്ബ മലയാളത്തിലാണ് നിർവഹിക്കുന്നത്. മലയാളത്തിലാണ് ഖുത്ബ നിർവഹിക്കുന്നത്. ആ ഖുത്ബ മലയാളത്തിൽ നിർവഹിക്കുന്ന ഖുത്ബ അത് ഹറാമാണ്, അത് മുൻകറത്തായ ബിദ്അത്താണ്, അത് വലാലിയത്താണ്. ജുമാഅയുടെ ഖുത്ബ അങ്ങനെ വന്നാൽ സഹിയാവില്ല എന്നൊക്കെ അടുക്കുന്ന ആളുകളോട് പറയട്ടെ, അത് പണ്ഡിതന്മാരാരും നിഷിദ്ധമാക്കിയിട്ടില്ല. കേരളത്തിൽ അത് നിഷിദ്ധമായിരുന്നില്ല. മീഞ്ചന്ത പ്രമേയത്തോടെയാണ് അത് അനുവദനീയമല്ല എന്ന ഫത്വ ലോകത്ത് ആദ്യമായി വരുന്നത്. മീഞ്ചന്തയിൽ അങ്ങനെ ഒരു ഫത്വ വന്നു. അന്ന് തന്നെ സമത്വ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ ചോദിച്ചു, എന്താ മീഞ്ചന്തയിൽ ജിബ്രീൽ വന്നു? പിന്നെയും തുടർന്നില്ലേ? ഈ അടുത്ത കാലത്തല്ലേ കൊടുങ്ങല്ലൂരിലെ പള്ളിയിൽ ജുമാഅയുടെ ഖുത്ബ അറബിയിലേക്ക് മാറ്റിയത്? ഈ അടുത്ത കാലം വരെ മലയാളത്തിലല്ലേ അവിടെ നടത്തിയിരുന്നത്? മാത്രമല്ല അവിടെയുള്ള പള്ളിയിലെ ഖത്തീബിനെ തെരഞ്ഞെടുക്കാനുള്ള പരസ്യം പോലും മലയാളത്തിൽ മിമ്പറിൽ നിന്ന് പ്രസംഗിക്കാൻ കഴിവുള്ള പണ്ഡിതനെ വേണം എന്നാണ്. ആരാണത് നിഷിദ്ധമാക്കിയത്? ഇന്നും കാസർഗോഡ് എനിക്ക് ഓർമ്മയുണ്ട്, ഇവിടുത്തെ ടൗൺ പള്ളിക്കടുത്തൊരു സ്ഥലത്ത് ഞാൻ 2-3 വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അവിടെ ഒരു പണ്ഡിതൻ മലയാളത്തിൽ ഖുത്ബ നടത്തുന്നുണ്ട്. അങ്ങനെ എത്ര സ്ഥലങ്ങളിൽ കാണാം ഇപ്പോഴും. ഞാൻ ചോദിക്കട്ടെ, ഹറാമാണെന്ന ഫത്വ കൊടുക്കാൻ പറ്റില്ല എന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന സമസ്ത ജംഇയ്യത്തുൽ ഉലമയുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന അവരിലെ ഏറ്റവും വലിയ കാരണവരായ പണ്ഡിതർ, അതേ പണ്ഡിതൻ എന്ന് വിളിക്കപ്പെടുന്ന മൗലാന നജീബ് മൗലവി, അദ്ദേഹം പരസ്യമായി എഴുതി ഹറാമാണെന്ന് പറയാൻ തെളിവുകളില്ല. ഹറാമാണ് മുഴുവൻ അങ്ങനെ പറയൽ മൊത്തത്തിൽ ഹറാമാണെന്ന് പറയാൻ പാടില്ല. റുക്നുകൾ അറബിയിലാവണം, തവാബിഉകൾ ഏതു ഭാഷയിലുമാകാം, കുഴപ്പമില്ല. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ പരിശോധിക്കണം. അത് മുജാഹിദുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആദർശം, ആ ആദർശത്തിന് കൃത്യതയുണ്ട്. അപ്പൊ ചില ആളുകൾ പറയും, അങ്ങനെയാണെങ്കിൽ മൗലവിമാരെ പള്ളിയിലെ ബാങ്കന്തയെ മലയാളത്തിലാക്കണില്ല. മക്കളെ, അത് പഠിക്കേണ്ട വിഷയം എന്താ വെച്ചാൽ അത് ലഫ്ലിയാണ്. അത് ലഫ്ലാണ് അതിൽ ശ്രദ്ധ വെക്കേണ്ടുന്നത്. അതുകൊണ്ട് എല്ലാവരും അത് തന്നെ പറയുന്നു. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കേരളത്തിൽ അറബിയിൽ ഖുത്ബ പറയണമെന്ന് പറയുന്ന സഹോദരങ്ങൾ റസൂലുള്ളാഹിന്റെ ഖുത്ബ തന്നെയാണോ ഖുത്ബ നടത്തുന്നത്? അല്ല. ഇബ്നു നബാത്തത്തുൽ മിസ്രി എന്ന പണ്ഡിതൻ ഈജിപ്തിൽ നടത്തിയ ഖുത്ബ ക്രോഡീകരിച്ചിട്ടാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അതാണ് വായിക്കുന്നത്. അപ്പൊ നിങ്ങൾ കേരളത്തിലെ സമസ്തക്കാർ അറബി ഭാഷ എന്നത് പിടിച്ചു, ഞങ്ങൾ ഖുത്ബയുടെ ഏറ്റവും വലിയ മഖ്സൂദായ വാളും പിടിച്ചു. രണ്ടുപേരും തുല്യരാ. ഞങ്ങൾ മഖ്സൂദ് പിടിച്ചു,
നിങ്ങൾ ലഫ്ളും പിടിച്ചു, നിങ്ങൾ ലഫ്ള് അതിന്റെ ഭാഷ പിടിച്ചു. പക്ഷേ രണ്ട് കൂട്ടരും ലഫ്ള് ഉപയോഗിച്ചിട്ടില്ല. ഞങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ ഖുത്ബയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റസൂലുള്ള നടത്തിയ 500-ൽ പരം ഖുത്ബകളുണ്ടോ അതാണ് നടത്തേണ്ടത്. പക്ഷെ അത് നടത്തപ്പെടുന്നുണ്ടോ? ഇല്ല. ആകെ ഭാഷ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോ പണ്ഡിതന്മാര് പറഞ്ഞ അടിസ്ഥാനപരമായ ഒരു വിഷയമുണ്ട്. മഖ്സൂദുൽ ഖുത്ബത്തി അൽ വഅദ്. ഖുത്ബയുടെ ലക്ഷ്യം, അതിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിലേക്ക് എത്തണോ അത് ഉപദേശമാകണം. മൊത്തത്തിൽ അതൊരു ഉപദേശമാണെന്ന് പറഞ്ഞാൽ പറ്റൂല. അത് ഇരിക്കുന്നവർക്ക് മനസ്സിലാകണം, അവർക്ക് ബോധ്യമാവണം. ഇത് മുജാഹിദുകൾ പറഞ്ഞത് അബദ്ധമാണെന്ന് ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ പോലും പറഞ്ഞിട്ടില്ല എന്ന് നജീബ് മൗലവി തന്നെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പൊ മുജാഹിദുകൾ കേരളത്തിന്റെ മുന്നിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് ഇന്നിവിടെ ചർച്ചയ്ക്ക് വേണ്ടി വെച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം. അതെ, അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ആവലാദികളും അവനോട് മാത്രമേ പാടുള്ളൂ. ഇത് കേരളത്തിൽ മുജാഹിദുകൾ മാത്രമാണോ പറഞ്ഞത്? ഇല്ല. കേരളത്തിൽ അറിയപ്പെടുന്ന പല പണ്ഡിതന്മാരും ഇതേ വാദഗതിയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതിനുശേഷം നബിദിനാഘോഷം എന്ന രൂപത്തിൽ ചെയ്യപ്പെടുന്ന പ്രവർത്തനങ്ങൾ, സുബ്ഹാനല്ലാഹ്, കാസർഗോഡ് ജില്ലയിൽ വെച്ചിട്ട് ഞാനിത് പറയേണ്ടതില്ലല്ലോ, പട്ടാള വേഷവും കമാൻഡർ വേഷവും അങ്ങനെ പലതുമായി കടന്നുകൂടി ചാട്ടവും ഓട്ടവും കുത്തിമറിയലും അങ്ങനെ പ്രവാചക സ്നേഹത്തിന്റെ അതിർവരമ്പുകൾ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഘോഷയാത്രകൾ തനി മുൻ സമൂഹത്തെ എടുത്തുദ്ധരിക്കുന്ന, അവരെ പിൻപറ്റുന്ന പ്രവർത്തനമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നു. ഞാൻ അവസാനിപ്പിക്കട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു, തീർച്ചയായും പിൻപറ്റുക തന്നെ ചെയ്യും നിങ്ങൾ മുൻപ് കഴിഞ്ഞുപോയ സമൂഹത്തിന്റെ പ്രവർത്തനങ്ങൾ. ചാണിന് ചാണായി നിങ്ങൾ പിൻപറ്റും, മുഴത്തിന് മുഴമായി നിങ്ങൾ പിൻപറ്റും. റസൂലുള്ള പറയാൻ മറ്റു റിപ്പോർട്ടിൽ കാണാം, ബനൂ ഇസ്രായേലികൾക്ക് എന്തൊക്കെ വന്നുവോ അതെല്ലാം നിങ്ങൾക്കും വന്ന് ഭവിക്കും. എത്രത്തോളം ആ സമൂഹത്തിലൊരുത്തൻ അവന്റെ ഉമ്മയെ പരസ്യമായി പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മത്തിലും അങ്ങനെ ഒരാൾ ഉണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്, ആരെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വ്യക്തമായതിനു ശേഷം, ആശയം വ്യക്തമായതിനു ശേഷം, സന്മാർഗം വ്യക്തമായതിനു ശേഷം പ്രവാചകനോട് ആരെങ്കിലും എതിരായാൽ, പ്രവാചകന്റെ സ്വഹാബികളുടെ നടപടിക്രമങ്ങളല്ലാത്തത് പിന്തുടരുകയും ചെയ്താൽ, നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം, അവൻ ഏതൊരാദർശത്തിലേക്ക് പോയോ അതിലൂടെ നാം അവനെ ചെരിപ്പിക്കും. വനുസ്ലിഹി ജഹന്നം, നരകത്തിലിട്ട് നാം അവനെ കരിക്കുന്നതാണ്. വസാഅത് മസീറാ, ആ മടക്ക സ്ഥലം എത്രയോ ചീത്തയാണ്. അതുകൊണ്ട് പഠിക്കുക, മനസ്സിലാക്കുക, കൃത്യമായി ദീനിന്റെ ആശയങ്ങളെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, ഇനി ഈ വിഷയ സംബന്ധമായി ഉന്നയിക്കപ്പെടുന്ന സംശയങ്ങൾക്കുള്ള മറുപടി നൽകാനുള്ള അവസരമാണ്. ഒന്നാമത്തെ ചോദ്യകർത്താവിന് ചോദ്യം ചോദിക്കാമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് മുത്തലിബ്, വെള്ളൂരാണ് സ്വദേശം. എനിക്ക് ചോദിക്കാനുള്ളത് വേറൊരു സുഹൃത്തിന് വേണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് ചെറിയ തകരാറുള്ളതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ആരെങ്കിലും ജുമുഅ ജമാഅത്തുകൾക്ക് പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹ്, അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാനും മനസ്സിലാക്കുവാനും സംഘടിപ്പിക്കപ്പെട്ട മഹത്തായ ഒരു പരിപാടിയിലാണ് നാം ഓരോരുത്തരും എത്തിയിരിക്കുന്നത്. ഈ വേളയിൽ എല്ലാവരും ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, അവൻ്റെ ഫളലിനും ഔദാര്യത്തിനും ഹിദായത്തിനും തേടിക്കൊണ്ട് വേണം മഹത്തായ സദസ്സിൽ ഇരിക്കാൻ.
കാര്യങ്ങളെ ഗ്രഹിക്കാനും ഹക്കിനോടൊപ്പം നിൽക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരാരെങ്കിലും ജുമാക്കോ ജമാഅത്തിനോ പങ്കെടുത്തിട്ടുണ്ടോ എന്നതാണ്. നേരത്തെ ഇവിടെ ഉദ്ധരിച്ച ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചതാണ്, ഇമാം മുസ്ലിം ഉദ്ധരിച്ചതാണ്. ആ ഹദീസിൽ പറഞ്ഞത് കുന്ന നിസാഉൽ മുഅ്മിനാത്ത്, മുഅ്മിനാത്തുകളായ സ്ത്രീകൾ. അവിടെ വിഷയം അവതരിപ്പിച്ച ആൾ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നത് ഉറപ്പില്ലാത്തത് കൊണ്ട് ഒന്നുകൂടി ഞാൻ പറയാം. അറബി ഭാഷയിൽ കുന്ന നിസാഉൽ മുഅ്മിനാത്ത് എന്ന് പറയണ്ട, കുന്നൽ മുഅ്മിനാത്ത് എന്ന് പറഞ്ഞാൽ മതി. അറബി ഭാഷാ നിയമപ്രകാരം സ്ത്രീകളെ ഉദ്ദേശിച്ചിട്ട് മുഅ്മിൻ എന്നതിൻ്റെ മുഅന്നസായി മുഅ്മിനാത്ത്, മുഅ്മിനത്ത് എന്നൊക്കെ പറയുന്ന പ്രയോഗം മതി. പിന്നെ എന്തിനാണ് നിസാഉൽ മുഅ്മിനാത്ത് എന്ന് പറഞ്ഞത്? നിസാ അൽ മുഅ്മിനാത്ത് എന്ന് എന്തുകൊണ്ട് ഹദീസിൽ എടുത്തു പറഞ്ഞു എന്നതിൻ്റെ ചോദ്യം ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരിയിലും ഇമാം നവവി അദ്ദേഹത്തിൻ്റെ ശറഹ് മുസ്ലിമിലും വിശദീകരിച്ചത് ഐ അൽ ഫാദിലാത്ത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പോയ സ്ത്രീകൾ, ആ സ്ത്രീകൾ കേവലം മഹത്വമില്ലാത്ത ഏതെങ്കിലും ഒരു സാധാരണ ലെവലിൽ എണ്ണാവുന്ന ആളാണോ? അല്ല, നേരെ മറിച്ച് ഐ അൽ ഫാദിലാത്ത്, മഹദികൾ, ഫാദിലാത്തുകൾ, ശ്രേഷ്ഠ മഹദികൾ. ആ ശ്രേഷ്ഠ മഹദികളുടെ കൂട്ടത്തിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാര് പെടൂല്ലേ? ഇരുന്നോക്കി ഇബ്നു ഹജർ അസ്ഖലാനി ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം അദ്ദേഹം വിശദീകരിച്ചു. അന്നഹുന്ന കുന്ന യഹ്ജുജുന വയതുഫ്ന വയഖ്റുജുന ഇലൽ മസാജിദി ഫി അഹ്ദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വബഅദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അവർ ഹജ്ജിന് പോയിരുന്നു, തവാഫിന് പോയിരുന്നു, വയഖ്റുജുന ഇലൽ മസാജിദി പള്ളികളിലേക്കും അവർ പോയിരുന്നു. ഫി അഹ്ദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിലും വബഅദഹു റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിന് ശേഷവും. ഇത് ഇബ്നു ഹജർ പറയാണ്. ഇനിയും ഉദ്ധരിച്ച ഹദീസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഅതകിഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാൻ ഹത്താ തവഫാഹു അല്ലാഹു തആല ثم اعتكف ازواجه من بعده. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നത് വരെ റമളാന്റെ അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു. ثم اعتكف ازواجه من بعده. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിന് ശേഷം റസൂലുള്ളാഹിന്റെ ഭാര്യമാർ പള്ളിയിൽ ഇത്തിക്കാഫ് ഇരുന്നു. ഇത്തിക്കാഫ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ പള്ളി ഇരിക്കണേനാണ്. കടയിൽ പോയിരുന്നാലോ വീട്ടിൽ പോയിരുന്നാലോ ഇത്തിക്കാഫ് ആകുമെന്ന് പറയും. ഇവിടെ ഒരാളിരുന്നു ഇത്തിക്കാഫിലാണ് എന്ന് പറഞ്ഞാൽ ഇത്തിക്കാഫ് ആവില്ല, പള്ളിയിൽ ഇരിക്കണേനെ ഇത്തിക്കാഫ് എന്ന് പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിന് ശേഷം റസൂലുള്ളാഹിന്റെ ഭാര്യമാർ അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇത്തിക്കാഫ് ഇരുന്നിരുന്നു. അപ്പോൾ റസൂലുള്ളാഹിന്റെ ഭാര്യമാർ എന്ന് തന്നെ എടുത്തു പറഞ്ഞ ഹദീസുണ്ട്. അതുപോലെ തന്നെ പണ്ഡിത ലോകം അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്രകാരം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിൽ തന്നെ, ഇവിടെ നേരത്തെ ഉദ്ധരിച്ച വിഷയാവതനത്തിൽ ഉദ്ധരിച്ച ഹദീസിൽ തന്നെ കുന്ന നിസാഉൽ മുഅ്മിനാത്ത് അയൽ ഫാദിലാത്ത്, മഹദികൾ എന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ ഭാര്യമാരും മഹദികളാണ്. അതല്ലാത്ത മഹദികൾ ഉണ്ടെങ്കിൽ അവരും അള്ളാഹുവിൻ്റെ പള്ളിയിൽ പോയിരുന്നു എന്നത് തർക്കമില്ലാത്ത ഒരു വിഷയമാണ്. ഏതായിരുന്നാലും ഇവിടെ ഞാൻ 3 രേഖകൾ ഉദ്ധരിച്ചു കഴിഞ്ഞു, അത് മതിയാകും എന്ന് വിചാരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ പള്ളിയിൽ പോയിരുന്നോ എന്നുള്ളതിന് തെളിവാണ് ചോദ്യകർത്താവ് ഉന്നയിച്ചത്. ബഹുമാന്യനായ പണ്ഡിതൻ ISMന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അഹമ്മദ് അനസ് മൗലവി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ത്രീകൾ, ഭാര്യമാർ അവർ പള്ളിയിൽ ജുമാ ജമാഅത്തുകളിലും പോയിരുന്നു എന്ന് മാത്രമല്ല ഇഅ്തികാഫ് ഇരിക്കുന്നവരുമായിരുന്നു. പ്രവാചകൻ്റെ മരണശേഷവും അത് തുടർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഉദ്ധരിച്ചത്. ഉപയോദ്യമില്ലെങ്കിൽ അടുത്ത ചോദ്യകർത്താവൻ. മോതിരവും തലപ്പാവും നബിചര്യയിൽ പെട്ടതാണോ? പേരും സ്ഥലവും പേര് പറയാൻ ആഗ്രഹിക്കാതെ ഒരു വ്യക്തി. അപ്പോൾ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, ഇദ്ദേഹത്തിൻ്റെ ചോദ്യം മോതിരവും തലപ്പാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണോ എന്നാണ്. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം
മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്ന നിലക്കാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒന്ന് സുഹൃത്തുക്കളോട് ആമുഖമായി തന്നെ സൂചിപ്പിക്കുന്നത് നമ്മളിവിടെ കുറച്ച് വിഷയങ്ങൾ നൽകിയത് വിഷയാധിഷ്ഠിതമായി ചോദ്യം ചോദിക്കാനാണ്. ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ തള്ളിക്കളഞ്ഞാൽ ചിലപ്പോൾ മറുപടി ഇല്ലാഞ്ഞിട്ടാവോ തള്ളുക എന്നായിരിക്കും വിചാരിക്കുക. നമ്മുടെ വിഷയം കൊടുത്തത് വിഷയാധിഷ്ഠിതമായി ചോദ്യം ചോദിക്കാനും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് കാര്യങ്ങളെ നമുക്ക് സമഗ്രമായി പഠിക്കാനും വേണ്ടിയാണ്. അമാമ അഥവാ തലപ്പാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് മാത്രമല്ല, അറബികൾ അവരുടെ ആദിയായ പൊതുവിലുള്ള ഒരു ചര്യയായിരുന്നു അൽ അമാമ, ഈ തലപ്പാവ് ധരിക്കുക എന്നുള്ളത്. എന്നാൽ ആ തലപ്പാവ് ധരിക്കുക എന്ന നിലപാട് മാത്രമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചത്? ഒരിക്കലുമല്ല. തലപ്പാവ് ധരിക്കാതെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവർത്തിക്കുകയും സഹാബത്ത് ആ നിലപാട് തന്നെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് വിശദീകരിക്കേണ്ടതുണ്ട്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു, ആ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചത് കാണാൻ കഴിയും. ഒരിക്കൽ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു നമസ്കാരത്തിന് വേണ്ടി വന്നു. നമസ്കാരത്തിന് വേണ്ടി വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മേൽമുണ്ട് അദ്ദേഹം എടുത്ത് അത് മാറ്റിവെച്ചു. അദ്ദേഹം ധരിച്ച വസ്ത്രങ്ങൾ, ആ വസ്ത്രങ്ങൾക്ക് അദ്ദേഹം ധരിച്ച റിദാ ആയി സ്വീകരിച്ചിട്ടുള്ള റിദാ അദ്ദേഹം എടുത്ത് മേൽത്തട്ടം എടുത്ത് മാറ്റിവെച്ചു. എന്നിട്ട് നമസ്കരിക്കാൻ നിന്നപ്പോൾ ആ കാലഘട്ടത്തിൽ ചില ആളുകൾക്ക് അത് കണ്ടപ്പോൾ കൗതുകം തോന്നി. അവർ ചോദിച്ചു, ഫലമ്മൻ സറഫ ഖുൽനാ യാ അബാ അബ്ദില്ല തുസല്ലി വരിദാഉക മൗദൂ, താങ്കൾ ഈ റിദാഅക്കെ മാറ്റിവെച്ചിട്ടാണോ നമസ്കരിക്കുന്നത്? അങ്ങനെയാണോ താങ്കൾ നമസ്കരിക്കാൻ തീരുമാനിച്ചത്? മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, നഅം, അതെ. കാരണം അഹ്ബബ്തു അയ്യറാനിൽ ജുഹാലു മിസ്ലുക്കും, നിങ്ങളെപ്പോലെയുള്ള ജുഹാലുകൾ എന്നെ ഇങ്ങനെ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുസല്ലി ഹകദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ നമസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തലപ്പാവുണ്ടോ, അയാൾ തലപ്പാവ് കെട്ടിക്കോട്ടെ, തൊപ്പിയുണ്ടോ തൊപ്പിയിട്ടോട്ടെ, പക്ഷെ തൊപ്പിയിട്ട് ആ തൊപ്പി മാത്രം മതിയോ, അത് അമാമത്തിന്റെ പരിധിയിൽ വരുമോ? ഇല്ല എന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട്. ഒരു ടവ്വലെടുത്ത് ഇങ്ങനെ വെച്ചാൽ മതിയോ? പോരാ എന്ന് പറഞ്ഞവരുണ്ട്. തഴവയുടെ അൽമവാഹിബുൽ ജലിയെ മറിച്ച് നോക്ക്, അതിൽ തലപ്പാവിന്റെ അധ്യായത്തിൽ വളരെ വ്യക്തമായി ഇത് രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ചില ആളുകൾക്ക് ഇന്ന് അവർ തലപ്പാവിന് പകരം ഒരു ഇങ്ങനെ ടവ്വല് കെട്ടുന്നതിനെ വിമർശിച്ചുകൊണ്ട് തഴവ പോലും സംസാരിക്കുന്നത് കാണാൻ കഴിയും. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സഹാബത്ത് മുഴുവനും തലപ്പാവ് ധരിച്ചു നടന്നവരായിരുന്നുവെന്ന ഒരു തെറ്റിദ്ധാരണ എങ്ങനെയോ നമ്മുടെ സഹോദരങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോഴോ അവർക്ക് ഉടുക്കാൻ ഒരു മുണ്ടല്ലാതെ രണ്ടാമതൊരു മുണ്ടില്ലാതിരുന്ന അവസ്ഥയുണ്ടായിരുന്നുവെന്ന് വളരെ വ്യക്തമായി ഹദീസിന്റെ താളുകളിൽ കാണുകയാണ്. ആ സഹാബത്ത് ഒരുപാട് വസ്ത്രം ധരിച്ചു നടന്നവരാണോ? അല്ല. അവർ കുടിക്കാൻ ഒരു വസ്ത്രമല്ലാതെ രണ്ടാമതൊരു വസ്ത്രം പോലും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ അവർ സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, ആ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഉഹുദിന്റെ രണാങ്കണത്തിൽ പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ, ഉഹുദപ്പുഴ മക്കയിലല്ലല്ലോ, 13 കൊല്ലക്കാലം മക്കയിൽ ജീവിച്ചിട്ട് അവസാനം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയിട്ട്, ആ ഹിജറ പോയി പിന്നെയും വർഷങ്ങൾ പിന്നിട്ട് ഉഹുദ് രണാങ്കണത്തിൽ മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നു, മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ നോക്കുന്നു. എന്നിട്ടോ ചോദിച്ചത് എന്താണ്? നിങ്ങളിൽ ആർക്കെങ്കിലും 2 വസ്ത്രമുണ്ടോ കൊടുക്കാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരാളോട് ചോദിക്കുമോ? കൂട്ടരെ, മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ ഓർത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞ നാളുകളുണ്ട് മദീനയിൽ. മിസ്അബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സമീപത്തുകൂടെ പോകുമ്പോൾ മിസ്അബിന്റെ വസ്ത്രം കണ്ടുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞിട്ടുണ്ട്. കാരണം മക്കയിലെ ജാഹിലിയത്തിൽ നല്ല വസ്ത്രം ധരിച്ചു നടന്നിരുന്ന മിസ്അബ് ഇബ്നു ഉമൈർ എന്ന സ്വഹാബി വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് നല്ല ഒരു വസ്ത്രമില്ലാതെ അദ്ദേഹം നടക്കുന്നത് കണ്ടപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് കരഞ്ഞിട്ടുണ്ടെങ്കിൽ
റസൂലുള്ളാഹിന്റെ കയ്യിൽ 2 വസ്ത്രമുണ്ടെങ്കിൽ നബി കൊടുക്കുമായിരുന്നു. മിസ്അബ് ഇബ്നു ഉമൈറിന് കഫം പുടവയായി. റസൂലുള്ളാഹിന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് സ്വഹാബത്തിനോട് ചോദിക്കുന്നു, നിങ്ങളിൽ ആരുടെയെങ്കിലും കയ്യിൽ രണ്ട് കഫം പുടവയുണ്ടോ? 2 കഫം പുടവയുണ്ടോ? 2 തുണിയുണ്ടോ? നിങ്ങൾക്ക് ഇദ്ദേഹത്തിന് കഫം പുടവ കൊടുക്കാൻ, കഫം പുടവയായി കൊടുക്കാൻ തുണിയുണ്ടോ എന്ന് ചോദിച്ചപ്പോ സഹാബത്തിന്റെ കയ്യിൽ കഫം പുടവയില്ല, അവർക്ക് കഫം പുടവയായി ഉപയോഗിക്കാനുള്ള തുണിയില്ല. നിങ്ങൾ ചിന്തിക്കണം, ആലോചിക്കണം. മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഉടുത്ത തുണി അഴിച്ചിട്ട് കഫം പുടവയായി ഉപയോഗിക്കാനാണ് പറഞ്ഞത്. മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ തുണി അഴിച്ചു, അദ്ദേഹത്തിന്റെ തലയിലേക്ക് വലിച്ചിട്ടപ്പോൾ കാല് വെളിയിലായി. കാലിലേക്ക് വലിച്ചിടുമ്പോഴോ തല വെളിയിലായി. അവസാനം അദ്ദേഹം ഉടുത്ത തുണി കൊണ്ട് പോലും അദ്ദേഹത്തെ കഫം പൊതിയാനില്ലാഞ്ഞിട്ട് അവസാനം തലയുടെ ഭാഗത്തേക്ക് വലിച്ചിട്ടു. എന്നിട്ട് കാല് പുല്ലുകൊണ്ട് മൂടിയിട്ട് അദ്ദേഹത്തെ മറമാടി എന്നത് ഇസ്ലാമിക ചരിത്രമാണ് കൂട്ടരെ. ഉടുക്കാൻ ഒരു തുണി മാത്രം ഉണ്ടായിരുന്ന സ്വഹാബി, ആ സ്വഹാബി വലിയൊരു തലപ്പാവൊക്കെ കെട്ടിയ നടന്നിരുന്നത് എന്ന് ആരാ മനസ്സിലാക്കിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് നമസ്കരിക്കാൻ ഒറ്റ വസ്ത്രം ഉടുത്ത് നമസ്കരിക്കാൻ വന്നപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒറ്റ വസ്ത്രം ഉടുത്ത് ഇങ്ങനെ നമസ്കരിക്കരുത്, അതുകൊണ്ട് നിങ്ങൾ പെടലി മറക്കണം, അതിന് നിങ്ങളുടെ തുണി അഴിച്ച് നിങ്ങൾ പെരടിയിൽ കെട്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറഞ്ഞല്ലോ. നിങ്ങളുടെ മുണ്ട് അതെടുത്തിട്ട് തലയിൽ കെട്ടാനല്ല, നേരെ മറിച്ച് പെരടിയിൽ കെട്ടാനാണ് സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ടോ കാന റിജാലൻ യുസല്ലൂന മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഖിദി ഉസ്രിഹിം അലാ അഅനാഖിഹിം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ സ്വഹാബത്ത് നമസ്കരിക്കണം. എങ്ങനെ? ആഖിദി ഉസ്രിഹിം അലാ അഅനാഖിഹിം, അവർ തുണി അഴിച്ച് പെരടിയിൽ കെട്ടി നമസ്കരിച്ചിരുന്നു. കഹൈഅത്തി സുബിയാൻ, കുട്ടികൾ നമസ്കരിക്കുന്നത് പോലെ. പുറകിൽ സ്ത്രീകൾ അന്നുണ്ടായിരുന്നു. നബി അവരോട് പറഞ്ഞു, പുരുഷന്മാർ നേരെ ഇരുന്നു എന്ന് ഉറപ്പിച്ചിട്ടല്ലാതെ സ്ത്രീകൾ നിങ്ങൾ തലയുയർത്തരുതെന്ന് പുറകിൽ നിന്ന് സ്ത്രീകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതും കാണാൻ കഴിയും. അപ്പോൾ ഒരാൾക്ക് തലപ്പാവ് ഉള്ളപ്പോൾ അയാൾക്ക് തലപ്പാവ് കെട്ടുകയോ ഇല്ലാത്തപ്പോൾ കെട്ടാതിരിക്കുകയോ ചെയ്യാം. അത് പ്രത്യേകമായൊരു ഫളിൽ, ഒരു ശ്രേഷ്ഠത ചില ഹദീസുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് ഇസ്ലാമിക ലോകം പറഞ്ഞത് ഫായിദത്തുൻ ഉഖ്റ ലം അജിദ് ഫി അഫ്ളിൽ അമാമ ലം അജിദ് ഫി ഫളിൽ അമാമ ഹദീസൻ മർഫൂഅൻ സ്വഹീഹൻ വകുല്ലു മാ ജാഅ ഫീഹി ഫഹി ഇമ്മാ ദഈഫ ഔ മൗദൂഅ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഇമാം തുർമുദിയുടെ ശറഹ്, ആ ശറഹിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയത് ലം അജിദ് ഫി ഫളിൽ അമാമ, ഈ തലപ്പാവിന്റെ ശ്രേഷ്ഠത പറയുന്ന ആ വിഷയത്തിൽ ഞാൻ എത്തിച്ചിട്ടില്ല ഹദീസൻ മർഫൂഅൻ സ്വഹീഹൻ, അതിന്റെ ശ്രേഷ്ഠത പറയുന്ന ഒരു അധ്യായവും ഒരു ഹദീസും ഞാൻ എത്തിച്ചിട്ടില്ല. വകുല്ലു മാ ജാഅ ഫീഹി ഫഹി ഇമ്മാ ദഈഫ ഔ മൗദൂഅ, അതിന്റെ ശ്രേഷ്ഠത പറയുന്നത് ഫളായിൽ, തലപ്പാവ് ധരിച്ചാൽ ഇന്ന ഫളായിലുണ്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ ഒന്നുകിൽ ദുർബലമായിരിക്കും അല്ലെങ്കിൽ മൗദൂ ആയിരിക്കും. ആ നിലയ്ക്ക് വന്നിട്ടുള്ളൂ എന്ന് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ തന്നെ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ മോതിരത്തിൻ്റെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മോതിരമുണ്ടായിരുന്നു, ഖാത്തിമത്തുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചതാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീലായി നബി ഉപയോഗിച്ച ഒരു മോതിരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. ഇതും ഹദീസിൻ്റെ താളുകളിൽ കാണാൻ കഴിയുന്നതാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സൈനുൽ ആബിദ് ബീർച്ചേരി. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ മറുപടി, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഭാര്യമാർ ഏതെങ്കിലും ഒരു ജുമാക്ക് പങ്കെടുത്ത ഹദീസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പം എഴുത്തിക്കാഫിരുന്ന ഹദീസാണ് നിങ്ങൾ പറഞ്ഞത്. അതിപ്പം വീട്ടിൽ പള്ളിയായിട്ട് വഖഫ് ചെയ്തിട്ട് എഴുത്തിക്കാഫിരുന്ന ഹദീസാണത്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഭാര്യമാർ റസൂലുള്ളാഹിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ജുമാക്ക് പങ്കെടുത്ത ഹദീസുണ്ടോ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, നേരത്തെ കൃത്യമായി അത് വ്യക്തമാക്കി. അപ്പോൾ അദ്ദേഹം പറയുന്നത്, മറ്റൊരാൾ അതേ വിഷയം ചോദിക്കാൻ വരുമ്പോൾ പറയുന്നത് അത് വീട്ടിലെ പള്ളിയുമായി ബന്ധപ്പെട്ടതാണ് ഇഅ്തികാഫ് എന്ന്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് വിഷയം മനസ്സിലാകാത്തത് കൊണ്ടാണ്. ശാഫിഈ മദ്ഹബിൻ്റെ അടിസ്ഥാന വിഷയം പരിശോധിച്ചാൽ അറിയാം, വീട്ടിലെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നാൽ ഇഅ്തികാഫ് സഹിയാവൂലാന്ന. ഇഅ്തികാഫ് സഹിയാവണമെങ്കിൽ അത് വീട്ടിലൊരു പള്ളി ഉണ്ടാക്കിയിട്ട് അമലിരുന്നാൽ പറ്റൂല, അതിലിരുന്നാൽ പറ്റൂല. ശാഫിഈ മദ്ഹബിൻ്റെ നിയമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അവർ പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നു എന്ന ഹദീസ് സ്വഹീഹായ ഹദീസാണ്. ഇനി നിങ്ങൾ നോക്കൂ, അവസാനത്തെ 10 ദിവസം ഇഅ്തികാഫ് പള്ളിയിലിരിക്കുമ്പോൾ
അതിൽ ഒരു ജുമഅ എന്തായാലും വരൂലേ? ആ ജുമഅ വന്നപ്പോൾ സ്ത്രീകൾ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോയി എന്ന് തെളിയിക്കുന്ന ഒരു ദലീലിന്റെ കഷ്ണം കൊണ്ടുവരുമ്പോഴേ ആ വാദം ശരിയാവൂ. ഒരു ദലീലിന്റെ കഷ്ണം വരണം. എപ്പോ? പിന്നെ റസൂലുള്ളാഹിന്റെ ഭാര്യമാർ പള്ളിയിൽ ഇഅ്തികാഫിരുന്നു. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം 10 ദിവസം പള്ളിയിൽ ഇഅ്തികാഫിരിക്കുമ്പോൾ ആ ഇഅ്തികാഫിന്റെ പ്രത്യേകത തന്നെ പള്ളിയിൽ ഭജനമിരിക്കുക എന്നതാണ്. പള്ളിയിലിരിക്കുന്ന ആളുകൾ എന്തൊക്കെ ആവശ്യത്തിന് പുറത്തു പോകാം. ശാഫിഈ മദ്ഹബിലെ ഫിഖ്ഹ് പരിശോധിച്ചാൽ നമുക്ക് കാണാം. അതിൽ നമസ്കാരം വന്നാൽ പുറത്തു പോകണമെന്ന് എഴുതിയിട്ടുണ്ടോ? നിസ്കാരത്തിന്റെ സമയമായാൽ പെണ്ണുങ്ങൾ പള്ളി നിസ്കരിച്ചൂടാ, അവരപ്പോൾ വീട്ടിലേക്ക് പോയിക്കോണം. കാരണം ഇഅ്തികാഫ് പള്ളിയിലല്ലാതെ സഹിയാവൂല എന്ന് ശാഫിഈ മദ്ഹബിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പണ്ഡിതന്മാർ മുഴുവനും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരു ഹദീസിൽ നിന്ന് ഇതിന് എതിരായ ഒരു വാചകം കിട്ടുമ്പോഴാണ്, ഒരു ഖരീനത്ത് വരുമ്പോഴാണ് അപ്പറഞ്ഞ വിഷയം ശരിയാവുക. 10 ദിവസം ഇഅ്തികാഫ് എന്ന പ്രവാചകന്റെ ഭാര്യമാർ ആ 10 ദിവസത്തിൽ ജമാഅത്തുകൾ അപ്പള്ളിയിൽ തന്നെയാണ് നിസ്കരിച്ചത്. ജുമഅയും ആ പള്ളിയിൽ തന്നെയാണ് നിർവഹിച്ചത്. മാത്രമല്ല, ഈ ഹദീസ് വിശദീകരിക്കുന്ന പണ്ഡിതന്മാരാരും തന്നെ ആ പ്രവാചകന്റെ ഭാര്യമാർ ജുമഅയുടെ സമയത്ത് അവർ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോയി എന്ന് തെളിയിക്കുന്നൊരു ഭാഗവും അക്കൂട്ടത്തിൽ ഇല്ല. അപ്പൊ പ്രിയപ്പെട്ട സഹോദരൻ മനസ്സിലാക്കേണ്ടത്, ഈ വിഷയത്തിൽ നിന്ന് വാളിഹാണ് ഈ പറഞ്ഞ കാര്യം. അപ്പോ ഈ വിഷയത്തിൽ ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. മദീന മുനവ്വറയുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് പള്ളി. അപ്പോൾ ആ പള്ളി പിന്നെ വീട്ടിൽ തന്നെ പള്ളി വഖഫ് ചെയ്തിട്ടാണ് അവിടെ ഇഅ്തികാഫ് ഇരുന്നത്. അങ്ങനെയാണെങ്കിൽ ഉമ്മു ഉമൈദിൻ സായിദ് റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അള്ളാഹിൻ്റെ റസൂലെ, എനിക്ക് റസൂലുള്ളാഹിൻ്റെ കൂടെ സഹാബത്തിൻ്റെ കൂടെ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ റസൂലുള്ള പറഞ്ഞ്, പെണ്ണെ, നീ നിന്റെ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് നിനക്ക് ഖൈറ്, വീട്ടിൻ്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കലാണ് ഖൈറ്. അങ്ങനെ വല്ല പുണ്യമുണ്ടെങ്കിൽ റസൂലുള്ളാഹിന്റെ കൂടെ നിസ്കരിക്കുന്ന സഹാബത്തിന്റെ കൂടെ നിസ്കരിക്കാൻ റസൂലുള്ള അനുവാദം കൊടുക്കൂലേ? ഉമ്മു ഹുമൈദിന് റസൂലുള്ളാഹിന്റെ ഭാര്യ എന്നാ പറഞ്ഞ്? അല്ല. ഓക്കെ, ശരി, ക്ലിയർ ചെയ്താണ്. ഇവിടെ എൻ്റെ സുഹൃത്തിന് വലിയ തെറ്റിദ്ധാരണ ഉള്ളതാണ്. സ്ത്രീകൾക്ക് പള്ളിയിൽ നമസ്കരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവർ പോകാൻ പാടില്ല, റസൂലുള്ളാഹിന്റെ ഭാര്യമാർ പോയിട്ടില്ല എന്ന് ഇക്കാലഘട്ടത്തിലും വിചാരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു അത്ഭുതമാണ്. ഇനി പള്ളിയിൽ അല്ല ഇഅ്തികാഫ് ഇരുന്നത്, വീട്ടിലാണെന്നാണ്. ഇത് നിങ്ങൾക്കറിയാം, ഇത് അൽ മുഅല്ലിം എന്ന പേരിൽ 1997 ഏപ്രിൽ മാസത്തിൽ പുറത്തിറങ്ങിയ ആ മാസികയിലെ ഒരു ലേഖനമാണ്. ഇബ്രാഹിം പുത്തൂർ ഫൈസിയാണ് ഈ ലേഖനം എഴുതി. പെണ്ണിന് പള്ളി അഭികാമ്യമല്ല എന്നാണ് ലേഖനം. പക്ഷെ അദ്ദേഹം പറഞ്ഞു വന്നിട്ട് പറയുന്നത് കേട്ടോളൂ, സ്ത്രീകൾക്ക് ചിലപ്പോൾ പള്ളിയിൽ പോകേണ്ട മതപരമായ ആവശ്യങ്ങൾ ഉണ്ടായേക്കാം. ഉദാഹരണം, ഒരു സ്ത്രീ പള്ളിയിൽ പോയി 2 റക്അത്ത് നമസ്കരിക്കുവാനോ അഥവാ അല്പസമയം ഭജനമിരിക്കുവാനോ നേർച്ചയാക്കിയാൽ തദാവശ്യാർത്ഥം പള്ളിയിൽ പോകൽ അവർക്ക് അനിവാര്യമായി എന്നാണ്. ഇത്തികാഫിരിക്കാൻ ഒരു പെണ്ണ് നേർച്ചയാക്കുക എങ്കിലും പള്ളിയിൽ പോകൽ അവർക്ക് അനിവാര്യമാണ് എന്നാണ് രേഖപ്പെടുത്തി വെച്ചത്. ഇനി നിങ്ങൾ നോക്കൂ, ഈ വിഷയത്തിലേക്ക് ഇർഷാദ് നൽകിയതാരാ? ഈ വിഷയത്തിലേക്ക് ഇവിടെ പറഞ്ഞല്ലോ, ശ്രേഷ്ഠത, പള്ളിയിൽ പോകുന്നതിന് എന്തെങ്കിലും ഒരു ശ്രേഷ്ഠത ഉണ്ടെങ്കിൽ ആ ശ്രേഷ്ഠത റസൂലുള്ളാഹിന്റെ ഭാര്യമാർക്ക് തടയൂല. ആ ശ്രേഷ്ഠത റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ തൊട്ട് തടഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, റസൂലുള്ളാഹിന്റെ ഭാര്യമാർ തടഞ്ഞിട്ടുണ്ടോ? റസൂലുള്ളാഹിന്റെ ഭാര്യമാർ തടഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. സാധാരണ നമ്മൾ പറയാറുണ്ട്, മദീനയിൽ നമസ്കരിച്ചാൽ ഇത്ര പ്രതിഫലം, അതുപോലെ തന്നെ മക്കയിൽ നമസ്കരിച്ചാൽ ഇത്ര പ്രതിഫലം. ഈ മക്കയിലും മദീനയിലും അഥവാ മക്കയിലെ പള്ളിയിൽ മസ്ജിദുൽ ഹറമിൽ നമസ്കരിച്ചാൽ, മദീനയിൽ മസ്ജിദുൻ നബവിയിൽ നമസ്കരിച്ചാൽ ഇത്ര പ്രതിഫലം എന്ന് പറയുന്ന ഹദീസ്, ആ ഹദീസ് എവിടുന്നാ കിട്ടിയത്? അത് ആരാ പഠിപ്പിച്ചത്? ആ ശ്രേഷ്ഠത ആരാ പഠിപ്പിച്ചത്? ആ ശ്രേഷ്ഠത പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരാണ്, ഹബീബിന്റെ ഭാര്യമാരാണ്. അത് ആരോടാ പഠിപ്പിച്ചത്? പെണ്ണുങ്ങളോടാണ്, സ്ത്രീകളോടാണ്. ഇമാം മുസ്ലിമിന്റെ 1396 നമ്പർ ഹദീസ്, ഇമാം മുസ്ലിമിന്റെ 1396 നമ്പർ ഹദീസ്. എന്താ ഹദീസ്? ആ അധ്യായം തന്നെ എന്താണെന്നറിയോ? ബാബു ഫദ്ലി സ്വലാത്തി ബി മസ്ജിദി മക്ക വൽ മദീന. മക്കത്തെ പള്ളിയിലും മദീനത്തെ പള്ളിയിലും അഥവാ
മസ്ജിദുൽ ഹറമിലും അപ്രകാരം തന്നെ മദീനത്തെ മസ്ജിദുൻ നബവിയിലും നമസ്കരിക്കുന്നതിന്റെ ഫളുൽ ശ്രേഷ്ഠത പറയുന്ന അധ്യായം. ആ അധ്യായത്തിൽ വന്ന ഹദീസ് എന്താ കേട്ടോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്താ പറയുന്നത്? ഇന്നംറഅതൻ ഇസ്തകത് ശക്വാ, ഒരു സ്ത്രീ അവൾക്ക് രോഗം ബാധിച്ചു. ഫഖാലത്, അവർ പറഞ്ഞു, ഇൻ ശഫാനി അല്ലാഹു ലഅഖ്റുജന്ന ഫലഉസല്ലിയന്ന ഫീ ബൈത്തിൽ മുഖദ്ദസ്. ആ പെണ്ണ് നേർച്ചയാക്കുകയാണ്. എന്താണ് നേർച്ചയാക്കുന്നത്? ഇൻ ശഫാനി അല്ലാഹ്, എനിക്ക് അല്ലാഹു ശമനം തന്നാൽ, ലഅഖ്റുജന്ന, ഞാൻ പുറപ്പെട്ടു പോകും, ഫലഉസല്ലിയന്ന ഫീ ബൈത്തിൽ മുഖദ്ദസ്, എന്നിട്ട് ഞാൻ ബൈത്തുൽ മുഖദ്ദസിൽ പോയി നമസ്കരിക്കും. മനസ്സിലാക്കണം. അങ്ങനെ ഫബറഅത്, അവരുടെ രോഗം മാറി. സുമ്മ തജഹസത് തുരീദുൽ ഖുറൂജ, പിന്നെ അവർ പോകാൻ അഥവാ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തി. എന്നിട്ടോ ഫജാഅത് മൈമൂനത സൗജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ഭാര്യയായ മൈമൂന റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വരികയാണ് ട്ടോ. വേറെ എവിടെയെങ്കിലും അല്ല. എങ്ങോട്ടാ പോയത്? ആ സ്ത്രീ വരുന്നു. എന്നിട്ട് ഫജാഅത് മൈമൂന റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വരുന്നു. ആരാ മൈമൂന റളിയല്ലാഹു അൻഹ? ഏതെങ്കിലും ഒരു മൈമൂനയാണോ? അല്ല, സൗജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ മൈമൂന റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നിട്ട് തുസല്ലിമു അലൈഹാ, ആ പെണ്ണ് സലാം പറയുന്നു. ഫഅഖ്ബറത്ഹാ ദാലിക, അവരിങ്ങനെ പോകുന്ന വിവരം അഥവാ മസ്ജിദ് ഇവിടുന്ന് പുറപ്പെട്ട് ബൈത്തുൽ മുഖദ്ദസിൽ പോയി നമസ്കരിക്കുന്ന ആ വിവരം പറഞ്ഞു കൊടുക്കുമ്പോ മൈമൂന റളിയല്ലാഹു അൻഹ ആ സഹോദരിയോട്, ആ സ്ത്രീയോട് പറയുന്നു, മോളെ ഇജ്ലിസി, നീ ഇവിടേക്ക്, ഫകുലി മാ സനഅതി, നീ എന്തെങ്കിലും പോകാൻ തയ്യാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴിച്ചോളൂ. വസല്ലി ഫീ മസ്ജിദിർ റസൂൽ, വസല്ലി ഫീ മസ്ജിദിർ റസൂൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ പള്ളിയിൽ നമസ്കരിച്ചോ മോളെ, നീ ബൈത്തുൽ മുഖദ്ദസ് വരെ പോകണ്ട. നേരെ മറിച്ച് വസല്ലി ഫീ മസ്ജിദിർ റസൂൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ പള്ളിയിൽ നമസ്കരിച്ചോ. കാരണം ഫഇന്നി സമഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സ്വലാത്തു ഫീഹി അഫ്ളു മിൻ അൽഫി സ്വലാത്തിൻ ഫീമാ സിവാഹു മിനൽ മസാജിദി ഇല്ലാ മസ്ജിദൽ കഅബ. ലോകത്ത് മസ്ജിദുൽ ഹറമിലെ പള്ളിയിലല്ലാതെ വേറെ ഏത് പള്ളിയിൽ നീ നമസ്കരിക്കുന്നതിനേക്കാളും 1000 ഇരട്ടി പ്രതിഫലം ഈ പള്ളിയിൽ നമസ്കരിച്ചാൽ കിട്ടുമെന്ന് എന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നീ ബൈത്തുൽ മുഖദ്ദസ് വരെ പോകണ്ട. അതിനേക്കാളും ശ്രേഷ്ഠതയുണ്ട് ഈ പള്ളിയിൽ നമസ്കരിച്ചാൽ. ആ ശ്രേഷ്ഠത ഇവിടെ കിട്ടും. അതുകൊണ്ട് വസല്ലി ഫീ മസ്ജിദിർ റസൂൽ, റസൂലുള്ളാഹിന്റെ ഈ പള്ളിയിൽ നമസ്കരിച്ചാൽ മതി. ഇത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അപ്പൊ ശ്രേഷ്ഠതയില്ല, ശ്രേഷ്ഠതയുണ്ട് എങ്കിൽ അത് റസൂലുള്ളാഹിന്റെ ഭാര്യമാർ അറിയൂലേ? ആ ശ്രേഷ്ഠത പഠിപ്പിച്ചത് പോലും ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരാണ്. ആ ഭാര്യമാര് ശ്രേഷ്ഠതയുണ്ട്, പക്ഷെ നിങ്ങൾ ഇവിടെ നിസ്കരിക്കേണ്ട, വീട്ടിൽ പോയി നിസ്കരിക്കാനല്ല. വസല്ലി ഫീ മസ്ജിദിർ റസൂൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ പള്ളിയിൽ മോളെ നീ നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഇനി ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, റസൂലുള്ളാഹിന്റെ ഭാര്യമാർ തന്നെ അങ്ങനെ പോയത് വേണം, നബിയുടെ ഭാര്യമാർ ളുഹർ നിസ്കരിച്ചത് വേണം, നബിയുടെ ഭാര്യമാർ അസ്ർ നിസ്കരിച്ചത് വേണം, അങ്ങനെ തെളിവ് വേണ്ട കേട്ടോ. എന്നാലും ഈ ചോദിക്കുമ്പോൾ ഒരാൾ അത് ഉത്തരമില്ലാഞ്ഞിട്ടാ അത് അല്ല അങ്ങനെ തെളിവ് വേണ്ട എന്ന് പറയാൻ, അങ്ങനെ മനസ്സിലാക്കാതിരിക്കാനാണ്. ആ ശ്രേഷ്ഠത പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ സുഹൃത്തിൻ്റെ ചോദ്യം എന്താണെന്നറിയോ? എൻ്റെ സുഹൃത്തിൻ്റെ ചോദ്യം അങ്ങനെയാണെങ്കിൽ ഉമ്മു ഹുമൈദിനെ സഅദി എന്ന് പറയുന്ന ആ സ്ത്രീ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് അനുവാദം ചോദിച്ചില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നിട്ട് അനുവാദം കൊടുത്തില്ലല്ലോ. നേരെ മറിച്ച് നീ നിന്റെ നാട്ടിലെ പള്ളിയിൽ നമസ്കരിക്കുക, അവിടെ നമസ്കരിക്കുന്നതിനേക്കാളും ഉത്തമം നിന്റെ ഖൗമ് നമസ്കരിക്കുന്നിടത്ത് നമസ്കരിക്കുക, അവിടെ നമസ്കരിക്കുന്നതിനേക്കാളും ഉത്തമം നിന്റെ വീട്ടിൽ നമസ്കരിക്കലാണ്, അവിടെ നമസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം നിന്റെ വീടിന്റെ അകത്ത് നമസ്കരിക്കലാണ്. ആ വന്ന പെണ്ണൊരു വാചകം കൂടി പറഞ്ഞിട്ടുണ്ട്. ആ വാചകം എന്താ? ഓ നബിയെ, ഞങ്ങൾക്ക് അങ്ങയുടെ പള്ളിയിൽ വന്ന് അങ്ങയുടെ പുറകിൽ നമസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ യംനഉന അസ്വാജുന, ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളെ തടയുന്നു. പള്ളിയിൽ വന്ന് നമസ്കരിക്കാൻ ഞങ്ങൾ പുറപ്പെടുമ്പോൾ ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളെ തടയുന്നു. ഞങ്ങൾക്കാകട്ടെ നിങ്ങളുടെ പുറകിൽ നമസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് എന്ത്? അല്ല, നിങ്ങൾ ഭർത്താക്കന്മാർ തടഞ്ഞാലും വേണ്ടില്ല, നിങ്ങൾ പള്ളിയിലേക്ക് വന്നൊന്നല്ല. അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നമസ്കരിക്കാം, നിങ്ങളുടെ ഖൗമിന്റെ പള്ളിയിൽ നമസ്കരിക്കാം. ആ ഇളവുകൾ നിങ്ങൾക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ഭർത്താക്കന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ഇദസ്തഅദനത് ഇംറാതു അഹദികും
നിങ്ങളുടെ ഭാര്യമാരിൽ ആരെങ്കിലും ഒരാൾ പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ ഫലാ യംനഅഹ, അവളെ നിങ്ങൾ തടയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഭർത്താക്കന്മാരോട് പറയുകയും ചെയ്തു. നിങ്ങളുടെ ഭാര്യമാര് പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ തടയരുത്. എന്നാൽ ഒരു പെണ്ണ് ഉമ്മു ഹുമൈദിന് സാദി വന്നിട്ട് പറയാണ്, നബിയെ, ഞങ്ങളുടെ ഭർത്താക്കന്മാര് ഞങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോൾ തടയുന്നുണ്ട്. ഭർത്താക്കന്മാർ തടഞ്ഞു എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ സ്ത്രീയോട് നബി പറഞ്ഞു, നിങ്ങൾ ഭർത്താക്കന്മാർ ധിക്കരിച്ചിട്ട് പള്ളിയിൽ വരണ്ട. രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. ഒന്ന്, ആ ഭർത്താവിനോട് ഭാര്യ പെരുമാറേണ്ട മര്യാദ. ഭർത്താവ് തടഞ്ഞാൽ അവിടെ ഭർത്താവിനെ ധിക്കരിച്ചിട്ട് ചാടിപ്പോകലല്ല, നേരെ മറിച്ച് അവിടെ ആ മര്യാദ പാലിക്കാൻ നബി പഠിപ്പിച്ചു. ഭർത്താക്കന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളോട് പള്ളിയിൽ പോകാൻ, അള്ളാന്റെ പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചാൽ ഫലാ യംനഅഹ, അവരെ നിങ്ങൾ തടയരുത് എന്ന് ഭർത്താക്കന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ പള്ളിയുടെ ശ്രേഷ്ഠത, അല്ലെങ്കിൽ മദീനത്തെ പള്ളിയുടെ ശ്രേഷ്ഠത എന്താണ് എന്ന് പഠിപ്പിച്ചത് പോലും റസൂലുള്ളാഹിന്റെ ഭാര്യയായ മൈമൂന റളിയല്ലാഹു അൻഹയാണ്. ആ മൈമൂന റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചത് ഒരു പെണ്ണിനോട് സ്വല്ലി ഫീ മസ്ജിദിർ റസൂൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ പള്ളിയിൽ നമസ്കരിച്ചോ മോളെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം ഈ പള്ളിക്ക് മറ്റു പള്ളിക്കില്ലാത്ത ശ്രേഷ്ഠതയുണ്ട്, അതുകൊണ്ട് ഇവിടെ നമസ്കരിക്കൂ എന്നാണ് പറഞ്ഞത്. ആ ഹദീസ് ഉദ്ധരിച്ചത് ഇമാം മുസ്ലിമാണ്. അപ്പോൾ ആ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ അത് ഹറാമാണെങ്കിൽ ഒരിക്കലും അത് ഇസ്ലാമിക ലോകം ആ നിലക്ക് ഹദീസായി ഉദ്ധരിക്കൂല എന്നാണ് അതിനെ സംബന്ധിച്ച് സംക്ഷിപ്തമായി സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും ഇപ്പം സ്ത്രീ പള്ളി പ്രവേശമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ സുപ്രധാനമായ വിഷയം നമ്മൾ വിഷയാവതരണത്തിൽ പറഞ്ഞു. അതിനുശേഷം ആദ്യത്തെ ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിന് മറുപടിയായി നമ്മൾ പറഞ്ഞു. ശേഷം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ഇപ്പം ആദ്യത്തെ ചോദ്യത്തിൽ രണ്ടാമത്തെ ചോദ്യത്തിൽ ഒരു കാര്യം പറഞ്ഞു. അത് വീട്ടിലെ പള്ളിയായി വഖഫ് ചെയ്ത സ്ഥലം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഷാഫിഈ മദ്ഹബിൽ വീട്ടിലെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നാൽ സഹിയാവൂലാന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമതും അദ്ദേഹം പറഞ്ഞു അത് റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ഭാര്യമാരെ ഇഅ്തികാഫ് ഇരുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞു അത് പള്ളിയായി വഖഫ് ചെയ്ത വീടാണ്. അദ്ദേഹത്തിന് ആ വിഷയത്തിൽ പിന്നെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നാൽ സഹിയാകുമെന്നോ ആകൂലെന്നോ അഭിപ്രായം പറയും. അതായത് ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് പെണ്ണുങ്ങൾ പള്ളിയിൽ പോയിട്ടുണ്ട്. ആദ്യകാലത്ത് സഹാബാക്കൾ കള്ളു പിടിച്ചിട്ടുണ്ട്. അത് പിൽക്കാലത്ത് റസൂലുള്ള തടഞ്ഞിട്ടുണ്ട്. അതുപോലെ പള്ളി പ്രവേശനവും ഉമ്മു സുഹൈദ് ഈ സഹാബിയത്തെ പെണ്ണിന്റെ ചോദ്യത്തിന് ശേഷം പിന്നെ ആ പള്ളി പ്രവേശനം തടഞ്ഞിട്ടില്ല. കൃത്യമായി ഇവിടുന്ന് പറഞ്ഞത് പ്രവാചകരെ ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളെ തടയുന്നു, അപ്പം ഞങ്ങൾ പോകണോ? അതിനാ ഹുക്കുമ്. ഞങ്ങളെ പെണ്ണുങ്ങൾ, ഞങ്ങളെ ഭർത്താക്കന്മാർ ഞങ്ങളെ പള്ളിയിൽ വരുന്ന പെടുന്നതിനെ തടയുന്നു. അപ്പം നബിയെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്കാണെങ്കിൽ നിങ്ങളെ പിന്നിൽ നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതാണ് അനസ് മൗലവി മറുപടി പറഞ്ഞത്, നിങ്ങൾ ഭർത്താക്കന്മാരെ ധിക്കരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരണ്ട. ഞങ്ങളുടെ വിഷയാവതരണത്തിൽ പറഞ്ഞു അതാ ആ സ്ത്രീകൾ ഇതാ പിന്നെ ഏതെങ്കിലും ഒരു സ്ത്രീ സുഗന്ധം ഉപയോഗിച്ചിട്ടുണ്ടോ? ആ സ്ത്രീകൾ നമ്മുടെ പള്ളിയിലേക്ക് വരരുത്. അത് തടയലല്ല, അതാ ആ വിഷയമുള്ളത് കൊണ്ടാ. അതില്ലെങ്കിൽ വരാം. ഇനി ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ വിഷയത്തിൽ റസൂൽ തടഞ്ഞിട്ടില്ല. ആദ്യം കള്ളുകുടി അനുവദിച്ചു, പിന്നെ തടഞ്ഞതിന് സ്വരീഹായ നസ്സ് വന്നിട്ടുണ്ട്, ദലീലുൻ സ്വഹീഹ് വന്നിട്ടുണ്ട്. അതുപോലെ സ്ത്രീ പള്ളി പ്രവേശം തടഞ്ഞതിന് സ്വഹീഹായ ഒരു ദലീലുണ്ടോ? നിങ്ങൾ പറഞ്ഞ വിഷയം അത് തെളിവല്ല. പ്രിയപ്പെട്ട സഹോദരൻ കൃത്യമായി മനസ്സിലാക്കണം. അപ്പോ അദ്ദേഹത്തിന് വീണ്ടും പറയാം, സ്ത്രീ പള്ളിയിൽ നിസ്കരിച്ചു എന്ന റസൂലുള്ളാഹിന്റെ ഹദീസിൽ, ആ ഹദീസിൽ പറഞ്ഞത് സ്ത്രീകൾ റസൂലുള്ളാഹിന്റെ ഭാര്യമാർ ഇഅ്തികാഫ് ഇരുന്നത് പള്ളിയിലാണ്. ആ പള്ളിയിലാണ് എന്നത് പിന്നീട് പള്ളിയിൽ പോകൽ നിരോധിച്ചപ്പോൾ ഇഅ്തികാഫ് നിരോധിച്ചു. അങ്ങനെ രണ്ടും നിരോധിച്ചെന്നാണ് അഭിപ്രായം. അല്ല, ഇഅ്തികാഫ് അനുവദനീയമാണ്, പള്ളിയിൽ നിസ്കരിക്കലാണ് നിഷിദ്ധമാക്കിയത്. ഏതാണ് നിങ്ങൾക്ക് അഭിപ്രായം? ഉമർ ഖത്താബ് റളിയല്ലാഹു ഭാര്യ പള്ളിയിൽ പോകുമ്പോൾ തടഞ്ഞിട്ടില്ല. ആതിഖ ബീവി ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തും പള്ളിയിൽ പോയി. ഉമർ റളിയല്ലാഹുവിനെ കുത്തുകൊണ്ട് പള്ളിയിൽ വീഴുമ്പോ എടുത്ത് മടിയിൽ കിടത്തി. ആ പെണ്ണ്, ആ ആതിഖ ബീവി പള്ളിയിലുണ്ട്. പരിശോധിക്ക ചരിത്രം. ആതിഖ ബീവി പള്ളിയിലുണ്ട്, തടഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ വിഷയാവതരണത്തിൽ. ഇനി നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞുതരാം. എൻ്റെ കയ്യിലുള്ളത് ഹാദിഹി അശ്റത്തു കുതുബ്, മദ്രസയിൽ പഠിപ്പിക്കുന്ന 10 കിതാബ് കേട്ടോ. 10 കിതാബ് കേട്ടോളീം. വ ഇന്നമാ
യസിഹു ഇഅ്തികാഫ് ഫിൽ മസ്ജിദ് വൽ ജാമിഉ ഔലാ. പള്ളിയിൽ ഇഅ്തികാഫ് സ്വഹീഹാകുന്നത് എവിടെ? പള്ളിയിലാണ്. ജുമാ നടക്കുന്ന പള്ളിയിലാണെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠം. എനിക്കട്ടോ വലാ ബഅസ ബി ഇഖ്റാജ് ബഅ്ദിൽ അഅ്ളാ. ഇഅ്തികാഫ് ഇരിക്കുന്ന ആള് അവയവം പുറത്തേക്ക് കാണിക്കുന്നതിന് വിരോധമില്ല. എനിക്കട്ടോ വലാ യസിഹു ഫിൽ മൗദിഇൽ മുതഹയ്യി ലിസ്വലാത്തി ഫി ഗൈറിൽ മസ്ജിദി മിനൽ ബൈത്ത്. വീട്ടിൽ നിസ്കരിക്കാൻ വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട സ്ഥലത്ത് ഇഅ്തികാഫ് ഇരുന്നാൽ സഹിയാവുകയില്ല. ഇത് ശാഫി മദ്ഹബിലെ ഏറ്റവും ചെറിയ കിതാബാ. 10 കിതാബ് ഏറ്റവും ചെറുതാണ്. ഇതിലതാ കൃത്യമായി പറഞ്ഞു. ഇത് തെറ്റാണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം എത്ര കാലത്തിന് ശേഷം എഴുതിയതാ? അപ്പൊ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കൽ അനുവദനീയമാണ്. എവിടെ? പള്ളിയിൽ. വീട്ടിലെ പള്ളി പറ്റൂല. അപ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത് അവിടുത്തെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കലാണ്. ആ ഇഅ്തികാഫ് ഇരിക്കുന്നതിലും നിസ്കരിക്കുന്നതിലും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് തെറ്റാണെന്നോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞതോ ഇല്ല. അവസാനത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മകൻ അതാ വന്നിട്ട് പറയുന്നു, പ്രവാചകരെ എൻ്റെ ഭാര്യയെ ഞാൻ, പിന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് പറയാണ്, ഉപ്പ എൻ്റെ ഭാര്യയെ ഞാൻ പള്ളി വിടൂല. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മകനോട് പറഞ്ഞു, മോനെ തടയാൻ പാടില്ല. വീണ്ടും പറഞ്ഞു, ഉപ്പ അല്ല, ഞാൻ വിടൂല. അതിനുശേഷം നടന്ന സംഭവം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരായി പറഞ്ഞതിനാൽ തൻ്റെ മകനെ അദ്ദേഹം ശകാരിക്കുകയും അടിക്കുകയും ചെയ്തു. ഈ വിഷയം വിശദീകരിക്കുന്ന ഇബ്നു ജലസ്കലാനി പറയുന്നു, ഇതിൽ നിന്ന് മനസ്സിലാകുന്നു റസൂലുള്ളാഹിന്റെ സുന്നത്തിനെതിരായ ഒരാൾ പറഞ്ഞാൽ അയാളെ അടിച്ചുകൊണ്ടും തിരുത്താം. അപ്പോ വളരെ കൃത്യമാണ്, സ്ത്രീകൾ പള്ളിയിൽ പോവുക എന്നത് നിരുപാധികം നിഷിദ്ധമാക്കുക എന്നത് പിൽക്കാലത്ത് ആളുകൾ കൊണ്ടുവന്നൊരു വിഷയം മാത്രമാണ്. അത് ഇസ്ലാമിൽ കൃത്യമായി തെളിവില്ലാത്തതാണ്. കഴിഞ്ഞോ സുഹൃത്ത്? കഴിഞ്ഞോ? ചോദ്യകർത്താവ് കഴിഞ്ഞോ? അവിടേക്ക് നിങ്ങൾ ചോദിച്ചോളി. നിങ്ങൾ കൈ പിടിക്കണം, നിങ്ങൾ ചോദിച്ചാൽ മതിയല്ലോ. നേരത്തെ വായിക്കുകയുണ്ടായി, അതായത് അമാമത്ത് എന്ന് നേരത്തെ വായിക്കുകയുണ്ടായി. അതായത് മുജാഹിദിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്നവർ അമാമത്ത് എന്ന് വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, അങ്ങനെ ലുഗത്തുണ്ടോ എന്ന്. ഇമാമത്ത് എന്നാണ് എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നു. വേറെ പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങളൊരു വായിച്ചിട്ടുണ്ട് 10 കിതാബിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, അത് കട്ടതാണോ വിട്ടതാണോ എന്ന് നമുക്കറിയില്ല. അല്ല, നിങ്ങളെ കിതാബിലുണ്ടോ എന്നത് അല്ല, വിട്ടുപോയതാണോ എന്ന് അറിയില്ല. അതായത് ഫീ മൗളിഇൻ അൽ മുഅയ്യി ലിസ്വലാത്തി, നിസ്കാരത്തിന് വേണ്ടി പ്രത്യേകമാക്കപ്പെട്ട ഒരു പള്ളിയിൽ, അതായത് ഫീ ഗൈരി മസ്ജിദിൻ, പള്ളിയല്ലാത്തതെടുക്കുക എന്നാണ് കിതാബിലുള്ളത്. നോക്കിക്കൊള്ളുക, കളവ് ഇവിടെ പ്രചരിപ്പിക്കരുത്. മക്കളെ, അല്ലാഹു പറയട്ടെ. ആ അർത്ഥം ഒന്നുകൂടെ വെച്ചാ മോനെ, അർത്ഥം ഒന്നുകൂടെ വെച്ചാ. അതായത് നിസ്കാരത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളി. പള്ളി നിർത്തപ്പെക്കരുത്, നിസ്കാരത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട അല്ല. വായിച്ചു തരാം. വേറെ ചോദുമ്പോഴേ നന്നായിട്ട് ഓതിക്കോളി. എന്താണാ പറഞ്ഞത്? എന്ത് സഹിയാവൂല? ഇഅ്തികാഫ് സഹിയാവുകയില്ല. എവിടെ? ഫിൽ മൗളിഇ, ഒരു മൗളിഇൽ, ഒരു പ്രത്യേക സ്ഥലത്ത്. ആ സ്ഥലം ഏതാണ്? അൽ മുഹയ്യഇ ലിസ്വലാ, നിസ്കാരത്തിന് വേണ്ടി തയ്യാറ് ചെയ്യപ്പെട്ടത്. എവിടെ? ഫീ ഗൈറിൽ മസ്ജിദി, പള്ളിയല്ലാത്തതിൽ, മിനൽ ബൈത്തി, വീട്ടിൽ നിന്ന് പള്ളിയല്ലാത്തൊരു സ്ഥലം നിസ്കാരത്തിന് വേണ്ടി തയ്യാറ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിസ്കരിച്ചാൽ ശരിയാകുക. 10 കിതാബിന്റെ ഇബാറത്ത് വായിക്കുമ്പോ സൂക്ഷിച്ചു വായിക്കുമോനെ. വെറുതെ വർത്താനം പറയണ്ട. നിങ്ങൾ എന്താണ് കാണിക്കുന്നത് നിങ്ങൾക്കറിയാം. വളരെ കൃത്യമായി 10 കിതാബിന്റെ അർത്ഥങ്ങൾ വെച്ചല്ലേ ഇങ്ങനെ വെക്കണത്. സഹോദരങ്ങളെ,
സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും അവരവരുടെ സീറ്റിലിരിക്കുക. ഇത് വളരെ ചില ആളുകൾ ബോധപൂർവം വന്ന് പ്രശ്നമുണ്ടാക്കുന്നതാണ്. ഇത് നമ്മുടെ ആളുകൾ മുഴുവനും അവരവരുടെ സീറ്റിലിരിക്കുക. ബഹളമുണ്ടാക്കാൻ തീരുമാനിച്ചു വന്ന ആളുകളുണ്ട്. അവർ ബഹളമുണ്ടാക്കാൻ തീരുമാനിച്ചു വന്നവരാണ്. അവരുടെ ഉദ്ദേശമല്ല ഇവിടെ നടക്കേണ്ടത്. നേരെ മറിച്ച് ഇവിടെ കൃത്യമായി അറബി അറിയുന്ന ഏതൊരാൾക്കും വായിക്കാൻ കഴിയുന്ന രൂപത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഗതി. അവിടെ നിൽക്കുക മോനെ, അവിടെ പോയി നിൽക്കുക. എന്തിനാണ് നിങ്ങൾ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കണ്ടല്ലോ. എല്ലാവരും അവരവരുടെ സീറ്റിൽ വന്നിരിക്കുക. കേട്ടോ. അവരവരുടെ സീറ്റിൽ എല്ലാവരും വന്നിരിക്കുക. ബഹളം ഉണ്ടാക്കാനല്ല, അതുപോലെ തന്നെ കച്ചറുണ്ടാക്കാനല്ല. ഇത് ഏതൊരാൾക്കും, അറബി അറിയുന്ന ഏതൊരാൾക്കും വായിച്ചാൽ മനസ്സിലാകുന്ന ലളിതമായ ഹർക്കത്തിട്ട ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു വചനം, ആ വാചകത്തിന്റെ മാന, അതിന്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലാകും. ലളിതമായി രേഖപ്പെടുത്തിയത് നിങ്ങൾ മനസ്സിലാക്കണം. ലളിതമായി രേഖപ്പെടുത്തിയത്, ആ ലളിതമായി രേഖപ്പെടുത്തിയ ഒരു സംഗതി, ആ സംഗതിയാണ് ഇവിടെ നേരെ തിരിച്ചത്. അത് ഇവിടെ കൈയോടെ പിടിക്കപ്പെടുമ്പോ സ്വാഭാവികമായും ബഹളമുണ്ടാക്കാൻ വന്ന ആളുകളുണ്ടാകും. അവർ ബഹളമുണ്ടാക്കും. വളരെ കൃത്യമായി സമാധാനപരമായി ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉദ്ധരിച്ച വാചകവും അതിന്റെ അർത്ഥവും വളരെ കൃത്യമാണ്. അത് ഇവിടുന്ന് ബോധ്യപ്പെടേണ്ടവർക്ക് ഇവിടുന്ന് ബോധ്യപ്പെടാം. അതുപോലെ തന്നെ ഇനി അതല്ല, മറ്റുള്ള ആളുകൾക്ക് അവരുടെ ഗ്രന്ഥം പരിശോധിച്ചിട്ട് അത് തീരുമാനമാക്കേണ്ടവർക്ക് അങ്ങനെ തീരുമാനമാക്കാം. ചോദ്യകർത്താവിന് മൈക്ക് കൊടുക്കുക. നമ്മൾ എപ്പോഴും മഹാന്മാരായ ഇമാമിങ്ങളുടെ ഇബാറത്ത് ഒരിക്കലും കക്കരുത്. അവരുടെ ശാപമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. ഒരു സ്ഥലത്ത് ഇഅ്തികാഫ് ശരിയാവുകയില്ല. എങ്ങനെയുള്ള സ്ഥലമാണ്? അൽ മുഹയ്യ ഇലിസ്വലാത്തി, നിസ്കാരത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഒരു സ്ഥലത്ത് വെച്ച് ഇഅ്തികാഫ് ശരിയാവുകയില്ല. ഫിൽ ഗൈരിൽ മസ്ജിദി, പള്ളിയായിട്ട് വഖഫ് ചെയ്യാത്ത ഒരു വീട്ടിൽ എന്തായി, നിസ്കരിക്കാൻ വേണ്ടി ഒരു റൂം മാറ്റിവെച്ചു. അങ്ങനെ മാറ്റിവെച്ചാൽ അവിടെ വഖഫ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇഅ്തികാഫ് ചെയ്യാൻ പാടില്ല എന്നാണ്. നിങ്ങള് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. എൻ്റെ പ്രിയപ്പെട്ട മുജാഹിദുകളെ, നിങ്ങളുടെ ഈ പരിപാടി അലങ്കോലമാക്കാൻ വന്നവർക്ക് നിന്നുകൊടുക്കേണ്ടവരല്ല നിങ്ങൾ. നിങ്ങളുടെ ഈ പരിപാടി അലങ്കോലമാക്കാൻ വന്ന ഏതാനും പേർക്ക് നിന്നു കൊടുക്കേണ്ടവരല്ല നിങ്ങൾ. അതുകൊണ്ട് മുജാഹിദുകൾ അവരുടെ സ്ഥലത്തിരിക്കുക. എങ്കിൽ അവർ 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 അവിടെ അടങ്ങി നിന്നുകൊള്ളും. എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, കിതാബ് അറിയുമെങ്കിൽ നിങ്ങൾക്കിതാ ഈ മുത്തഅല്ലിമിനെ ഞങ്ങൾ ഇവിടെ സൗകര്യം ചെയ്തു കൊടുത്തതുപോലെ ഇതാ കിതാബ് വായിക്കാൻ അറിയുന്നവർ ഇങ്ങോട്ട് വന്നോളൂ. വായിക്കാൻ അറിയാതെ ഒന്നും അറിയാത്തവരെ വിട്ടേക്കുക. കിതാബ് വായിക്കാൻ അറിയുന്ന ഉസ്താദുമാർക്ക് കസാലിട്ട് കൊടുക്കുക. ഈ മോലിയാരിറ്റി വായിച്ചത് ഇവിടെ ബഹുമാനം കേൾക്കുക. ഉസ്താദെ, മുത്തഅല്ലിം ഇങ്ങോട്ട് ശ്രദ്ധിച്ചു കേട്ടോളൂ. നിങ്ങൾ കേട്ടോളി. നമുക്ക് പറയല്ലേ, ഞാൻ ഇവിടെ ഇവരും ബഹുമാനനായ നസറുദ്ദീൻ റഹ്മാനിയും ഒരു വിഷയത്തിൽ തർക്കമുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് മൂന്നാമത്തെ ഒരാൾ ഇടപെട്ടുകൊണ്ടാണ്. ഇവിടെ നിന്ന് അദ്ദേഹം, ഞാനിവിടെ പറഞ്ഞുതരാം, ഒരിക്കൽ കൂടി പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട മുജാഹിദുകളെ, നിങ്ങൾ അടങ്ങിയിരിക്കുക. നിങ്ങൾ ഇവിടെ ദിവസങ്ങളോളം റെഡിയാക്കിയ ഈ സദസ്സ് അലങ്കോലമാക്കി പിരിച്ചുവിടണമെന്ന് ചില കുബുദ്ധികൾ ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങൾ നിന്നു കൊടുക്കാതിരിക്കുക. നിങ്ങൾ സദസ്സിൽ ഉള്ള സ്ഥലത്ത് ഇരിക്കുക. ഇവിടെ മൗലിയാറ്റി അർത്ഥം വെച്ചത് എന്താണ്? നിങ്ങളും നസറുദ്ദീൻ റഹ്മാനും തമ്മിലുള്ള തർക്കം എന്താ? അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു, ഷാഫി മദ്ഹബ് അനുസരിച്ച് വീട്ടിലുള്ള സ്ഥലത്ത് ഇഅ്തികാഫ് ഇരുന്നാൽ ശരിയാകൂല. അത് അനുസരിച്ചല്ല, എനിക്ക് ഇന്റെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം, അതനുസരിച്ചല്ലേ പ്രശ്നം. അല്ല, ഇത് കഴിഞ്ഞിട്ട് തരും. അത് രണ്ടാളും ഒപ്പം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ഞാൻ കേട്ടു. അവിടേക്ക് ഞാൻ വായിച്ചു തരാം. അദ്ദേഹം പറഞ്ഞ ഇബാറത്ത് ഞാൻ വായിച്ചു തരാം. ക്ഷമ നിർബന്ധമാണ്. അസ്വബ്റു നിസ്ഫുൽ ഈമാൻ, ക്ഷമ ഈമാന്റെ പകുതിയാണ്. അസ്വബ്റു നിസ്ഫുൽ ഈമാൻ. നോയിക്കോളി, കിതാബ് കോയിക്കോളി. പള്ളിയിലെ ഇഅ്തികാഫ് പറ്റുകയുള്ളൂ. ഇന്നമാലിൽ ഹസ്റിനാണ്. ഓതിയിട്ടില്ലേ? ഖത്തറിനത് ഓതിയിട്ടില്ലേ? ഇന്നമാലിൽ ഹസ്ർ,
ഇന്നമ ഹസറിനുള്ളതാണ്. പള്ളിയിലെ ഇഅ്തികാഫ് ശരിയാളൂ. യാ മുതഅല്ലിം ഉൻദുർ ഇലയ്യ വൽ ജാമിഉ ഔലാ, ജുമുഅത്ത് പള്ളിയാണ് ഏറ്റവും നല്ലത് കേട്ടോ. വലാ ബഅസ ബി ഇഖ്റാജി ബഅദിൽ അഅളായി, ചില അവയവങ്ങൾ പുറത്തേക്ക് നീണ്ടു വന്നുകൊണ്ട് പ്രശ്നമില്ല. വലാ യസിഹു ഫിൽ മൗളി, നിങ്ങൾ വായിച്ചു കൊടുത്ത് ഞാൻ വായിക്കുകയാണ്. തെറ്റുണ്ടെങ്കിൽ പറയണം, രണ്ടാളും പറഞ്ഞു തരണം. തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരണം. വലാ യസിഹു, ശരിയാകുന്നതല്ല, ഫിൽ മൗളി, ഒരു സ്ഥലത്ത് വെച്ച്, ഹൽ മുഅയ്യ ലിസ്സലാത്തി ഫീ ഗൈരിൽ മസ്ജിദി. അസ്സലാമു അലൈക്കും. നിങ്ങൾ ആദ്യമായി ഇബാറത്ത് കട്ടെടുത്ത നസീറുദ്ദീൻ റഹ്മാനി തന്നെ മറുപടി പറയട്ടെ. അദ്ദേഹമാണല്ലോ കിതാബ് ഓതി പഠിച്ചത്. പറയട്ടെ. മോനെ, ഞാൻ ഏതായാലും കട്ട വാക്കൊന്ന് പറഞ്ഞ മസ്ജിദി എന്നുള്ളതിന് അത് കട്ടെടുത്തുകൊണ്ട് മിനൽ ബൈത്തി എന്ന ബയാനിയായ മിനൽ ബൈത്തി എന്നുള്ളതിനെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ പറഞ്ഞുവെങ്കിൽ വിടൂല മക്കളെ, വിടൂല. മോനെ, സാധാരണ കാണിക്കുന്ന കോപ്രായങ്ങളൊന്നും വേണ്ട കേട്ടാ. ഞാൻ വായിച്ചത് കൃത്യമായി ഇപ്പോഴും വായിച്ച് കേൾപ്പിച്ച് തന്നെ തരാം. ഞാനൊന്നും വിട്ടിട്ടുമില്ല, കട്ടിട്ടുമില്ല. മനസ്സിലായോ? കറക്റ്റ് മനസ്സിലാക്കിക്കോളീൻ. ഞങ്ങളത് കൃത്യമായി പറഞ്ഞു. എന്തേ പറഞ്ഞത്? ഷാഫിഈ മദ്ഹബിന്റെ നിയമം വീട്ടിലെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നാൽ സഹിയാവുകയില്ല. വീട്ടിലെ പള്ളിയിൽ സഹിയാവുകയില്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ നമസ്കാരത്തിന് വേണ്ടി തയ്യാറ് ചെയ്യപ്പെട്ട ഒരു സ്ഥലത്ത് ഇഅ്തികാഫ് ഇരുന്നാൽ ആ ഇഅ്തികാഫ് സഹിയാവുകയില്ല. ഇത് ശാഫിഈ മദ്ഹബിലെ നിയമമാണ്. അപ്പോ അതിനാണ് ഫത്ഹുൽ മുഈനിൽ വലാ യസിഹു, ഇഅ്തികാഫ് സഹീഹാവുകയില്ല. 10 കിതാബിൽ വലാ യസിഹു, ഇഅ്തികാഫ് സഹീഹാവുകയില്ല. ഫിൽ മൗളിഇ, ഒരു സ്ഥലത്ത്. എങ്ങനെയുള്ള സ്ഥലം? അൽ മുതഹയ്യി ലിസ്സലാ, നിസ്കാരത്തിനു വേണ്ടി തയ്യാറ് ചെയ്യപ്പെട്ട ഒരു സ്ഥലം. എവിടെ? ഫീ ഗൈരിൽ മസ്ജിദി, പള്ളി അല്ലാത്തതിൽ. അപ്പൊ പള്ളിയല്ലാത്ത ഒരു സ്ഥലത്ത് നമസ്കാരത്തിന് വേണ്ടി തയ്യാറ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് പറ്റൂല. എവിടെ? മിനൽ ബൈത്തി, വീട്ടിൽ നിന്ന്. ഇതിലിപ്പോ എന്താ കുറ്റം? ഇതിലേതാ ഞാൻ കട്ടതെന്ന് പറ. അതല്ല, ഫീ ഗൈരിൽ മസ്ജിദി, ഒരു പള്ളി ആവണമെങ്കിൽ ആ വീട്ടിലെ റൂം വഖഫ് ചെയ്തിരിക്കണം. വഖഫ് ചെയ്യാതെ ഒരു വീട്ടിൽ ഒരു നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഒരു റൂം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വഖഫ് ചെയ്താൽ, ഇഅ്തികാഫ് ചെയ്താൽ ആ ഇഅ്തികാഫ് സഹീഹാകുകയില്ല എന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് ഒറ്റ ഷാഫി ഇമാമിന്റെ ഗ്രന്ഥവും കേട്ടോളി. ഷാഫിഈ മദ്ഹബിന്റെ നിയമം തന്നെയാണ് പറഞ്ഞത്. വീട്ടിൽ ഒരു റൂം നമസ്കാരത്തിന് വേണ്ടി വഖഫ് ചെയ്താലും ആ വീട്ടിൽ ഇഅ്തികാഫ് പറ്റൂല. പിന്നെ അവിടെ അത് പള്ളിയിൽ അൽ ജാമിഉ ഔലാ, ജുമാ നടക്കുന്ന പള്ളി അത് ഏറ്റവും ഔലയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് പള്ളികളിൽ ഇഅ്തികാഫിരുന്നു. റസൂലുള്ളാഹിന്റെ സഹാബികൾ പള്ളിയിൽ ഇഅ്തികാഫിരുന്നു. വീട്ടിൽ തയ്യാറാ ചെയ്യപ്പെട്ട സ്ഥലം അവിടെ ഇഅ്തികാഫിരുന്നാൽ സഹീഹ് ആവുകയില്ല. ഇനി അടുത്ത ചോദ്യം കർത്താവിന് കൊടുക്കാം. എന്ന് വായിച്ചിട്ട് എന്താ പള്ളി വീട്ടിൽ ഇഅ്തികാഫ് ഇരുന്ന സഹിയാവൂല എന്നതിനേക്കാണ് 10 കിതാബ് നിങ്ങൾ വായിച്ചത് അല്ലേ? നസീറുദ്ദീൻ റഹ്മാൻ വായിച്ചതല്ലേ? അതെ. എന്നിട്ട് ഇപ്പോ പറയുന്നത് അതെന്താണ്? അല്ല, ഞാൻ ചോദിക്കുന്ന വീട്ടിലുള്ള പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നാൽ സഹിയാവൂല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ ഒരു ഇബാറത്ത് ഇവിടെ വെച്ച് വായിക്കാൻ കഴിയുമെങ്കിൽ താടി ഉണ്ടായ കേട്ടോ 2 വരി മേലെ എന്താ? ഇന്നമാ യസിഹു ഇഅ്തികാഫുൻ ഫിൽ മസ്ജിദി. എന്താണ് അർത്ഥം? പള്ളിയിലെ ഇഅ്തികാഫ് സഹിയാവുകയുള്ളൂ. പള്ളിയിലെ ഇഅ്തികാഫ് സഹിയാവുകയുള്ളൂ. ഓക്കെ, റെഡിയല്ലേ? കേട്ടോ.
അൽ വൽ ജാമിഉ ഔലാ. അപ്പൊ പള്ളി സാധാരണ നമസ്കാരം നടക്കുന്ന പള്ളിയേക്കാൾ ഔലാ ജുമഅ നടക്കുന്ന പള്ളിയാകുന്നു. മനസ്സിലായോ? ആ വിഷയം പറഞ്ഞതിന് ശേഷമാണ് എന്ത് പറയുന്നത്? വലാ യസിഹു, ഇഅ്തികാഫ് സഹിയാവുകയില്ല. ഫിൽ മൗളിഇ, ഒരു സ്ഥലത്ത്. എങ്ങനെയുള്ള സ്ഥലം? അൽ മുതഹയ്യി ലിസ്സലാ, നിസ്കാരത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഒരു റൂം നിസ്കാരത്തിന് വേണ്ടി ഒഴിവാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ, ആ വീട്ടിലെ ആ റൂമിൽ നമസ്കരിച്ച ഇഅ്തികാഫ് ചെയ്താൽ സഹിയാവുകയില്ല. ഇത് ശാഫി മദ്ഹബിലെ 10 കിതാബിന്റെ ഇബാറത്താണ്. അപ്പൊ പള്ളിയിലേ പറ്റൂ. വീട്ടിലൊരു നിസ്കാരത്തിന് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട സ്ഥലമാണോ അവിടെ പറ്റൂല. അത് കൃത്യമായി പറയപ്പെട്ട് കഴിഞ്ഞ വിഷയമാണ് മോനെ. അപ്പോ വെറുതെ ഒരു വാചകത്തിൽ അങ്ങനല്ലേ ഇങ്ങനല്ലേ, ഇതൊന്നും തെളിവല്ല മക്കളെ. ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, അതൊന്നും തെളിവല്ല. എൻ്റെ പേര് അബ്ദുൽ ഫത്താഹ്. ഇവിടെ അടുത്ത് കൈക്കോട്ടിയോടാണ് സ്ഥലം. മഗ്‌രിബിന് മുമ്പുള്ള സെഷനിൽ ബഹുമാനായ സലാഹി ഉസ്താദ് ഒരു ഹദീസ് ഉദ്ധരിക്കുകയുണ്ടായി. മുസ്ലിം സമുദായം 73 കക്ഷികളായി 73 വിഭാഗമായി പിരിയുമെന്നും അതിൽ ഒന്നൊഴിച്ച് ബാക്കി 72 നരകത്തിലാണ് എന്നുള്ള ഹദീസ്. എൻ്റെ സംശയം, അത് ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഉസ്താദ് പറയുകയുണ്ടായി, ആ 72 വിഭാഗം ഒഴിച്ചുള്ള ഫിർഖത്തുൻ നാജിയ എന്ന ഒരു കക്ഷി, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഫിർഖത്തുൻ നാജിയ എന്ന ഒരു കക്ഷി, അത് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച വിഭാഗമാണ്. എനിക്കുള്ള ചോദ്യം, അപ്പോൾ ബാക്കിയുള്ള 72 കക്ഷികളും ഇവിടെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞോ, ഇനി വരാനിരിക്കുന്നുണ്ടോ? ഇപ്പോൾ തന്നെ പൂർണ്ണമായി കഴിഞ്ഞു. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 72 എന്ന എണ്ണം കൃത്യമായി പറഞ്ഞതുകൊണ്ട് അത് 73 74 ഒന്നും ആവില്ല കൃത്യമായി. അപ്പം നിങ്ങളുടെ പക്കൽ കണക്കുണ്ടോ? ഓക്കെ, സുഹൃത്തിൻ്റെ സംശയം വളരെ മാന്യമായ സംശയമാണ്. ഇവിടെ വളരെ വ്യക്തമായി എൻ്റെ സഹോദരങ്ങൾ തിരിച്ചറിയേണ്ട ഒരു സംഗതി, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സതഫ്തരിഖു ഉമ്മത്തി, എൻ്റെ ഉമ്മത്ത്, എൻ്റെ ജനത, അവർ ഭാവിയിൽ വേർതിരിഞ്ഞു പോകും. അവർ 73 വിഭാഗമായി വേർപിരിഞ്ഞു പോകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ, ഒന്നൊഴികെ ബാക്കിയുള്ളവർ അവർ നരകത്തിൻ്റെ അഹലുകാരാണ്, അവർ നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ തിരുനാവ് കൊണ്ട് പറഞ്ഞു. ആ രക്ഷപ്പെടുന്ന ഫിർഖത്തുൻ നാജിയ, രക്ഷപ്പെടുന്ന കക്ഷിയാരാ? മാ അന അലൈഹി അൽ യൗമ വസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഇന്ന് നിലകൊള്ളുന്ന ദീൻ, ആ മാർഗം അനുസരിച്ചുകൊണ്ട് നിലനിൽക്കുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ആ മാർഗം സ്വീകരിക്കുന്നവരാരോ അവർ മാത്രമായിരിക്കും രക്ഷപ്പെടുക. അത് ഏത് കക്ഷിയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അവലംബിച്ചതുപോലെ, ദീൻ പഠിച്ചതുപോലെ, അവർ പ്രാവർത്തികമാക്കിയതുപോലെ പ്രാവർത്തികമാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വർഗത്തിലാണ്. അത് ഇന്ന ഒരു കക്ഷി എന്ന് പറഞ്ഞ് കാണിച്ച് ആ കക്ഷി അല്ലാത്ത എല്ലാവരും നരകത്തിൽ എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു നല്ല ശൈലിയല്ലാത്തത് കൊണ്ട് അങ്ങനെ സ്വീകരിച്ചുകൂടാ. നേരെമറിച്ച് നബിയും സഹാബത്തും സ്വീകരിച്ച വഴിത്താര സ്വീകരിക്കുന്ന ആളുകൾ, അവരാണ് യഥാർത്ഥത്തിൽ വിജയത്തിന്റെ ആളുകൾ. ഉദാഹരണത്തിന് ഇവിടെ ഒരു തർക്കമുണ്ടാവുകയാണ്, സംശയമുണ്ടാവുകയാണ്. 14 ഇപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പോയിരുന്നോ എന്നൊരു തർക്കമുണ്ടായി. ആ തർക്കത്തിന് പരിപൂർണമായ നിവാരണം നബിയുടെ നിലപാട്, സ്വഹാബത്തിന്റെ നിലപാട്, മൈമൂന റളിയല്ലാഹു അൻഹയുടെ നിലപാട്, ആ മൈമൂന റളിയല്ലാഹു അൻഹ കണ്ട വനിതയുടെ നിലപാട്, ആ നിലപാടെല്ലാം ഇവിടെ വിശദീകരിച്ചു. ആ വിശദീകരിച്ചതിനൊന്നും ഒരാൾക്കും ഒരു തർക്കമോ ബഹളമോ ഉണ്ടാക്കാനില്ല. നേരെ മറിച്ച് ആർക്കും സാധാരണ ഒരു പള്ളിദറസിൽ പോയി ഓതി പഠിക്കാൻ ആരംഭിക്കുന്ന ഒരു കുട്ടി ആദ്യമായി വായിക്കുന്ന ഒരു കിതാബ്, ആ കിതാബിലെ ഒരു ഉദ്ധരണി, ആ ഉദ്ധരണിയിൽ പിടിച്ചിട്ടാണ് ചില ആളുകൾ ഇവിടെ ഒച്ചയും ബഹളവും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. കൂട്ടരെ, വളരെ കൃത്യമായി ഏതൊരാൾക്കും ലളിതമായ അറബി ഭാഷയിൽ രേഖപ്പെടുത്തി വെച്ച ഒരു സംഗതി, അത് ആരും കുറക്കണ്ട, ആരും കൂട്ടാതെ കുറക്കാതെ 10 കിതാബിന്റെ പരിഭാഷയെങ്കിലും എടുത്തു വെച്ചിട്ട് നോക്കിയാൽ ഒരാൾക്ക് മനസ്സിലാകുന്ന ലളിതമായ സംഗതി. ആ സംഗതി ആർക്കും വിശദീകരിക്കാം. ഇനി അതല്ല മൗലവിമാര് കെട്ട് വായിച്ചതാണോ, മുറിച്ചു വായിച്ചതാണോ, വിശദീകരിക്കാമല്ലോ. ഇവിടെ എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത്, സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാമോ
ഈ വിഷയത്തിൽ ഇസ്ലാമിക ലോകത്തിന് തർക്കമില്ല. ഇസ്ലാമിക ലോകത്തിന് തർക്കമില്ല. അവർക്ക് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകൽ അനുവദനീയമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ട് രേഖപ്പെടുത്തപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടു. അങ്ങനെ സ്ഥിരപ്പെട്ട സ്ഥിതിക്ക് ഒരു സ്ത്രീ അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി ഏത്തിക്കാഫിരുന്നാൽ അത് അനുവദനീയമാണ്. പള്ളിയിൽ പോയി നമസ്കരിച്ചാലോ അത് അനുവദനീയമാണ്. ജുമാഅത്തിൽ പങ്കെടുത്താലോ അത് അനുവദനീയമാണ്. അത് ഹറാമാണ് എന്ന് പറയാൻ ഒരു തെളിവുമില്ല എന്നത് വളരെ കണിശമായി വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. നേരത്തെ വിശദീകരിച്ചല്ലോ, റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ സ്ത്രീകൾ, ഉന്നതകളായ സ്ത്രീകൾ, അവർ പള്ളിയിൽ പോയിരുന്നു. ഫാദിലാത്തുകൾ പള്ളിയിൽ പോയിരുന്നു. സുബഹി നമസ്കാരത്തിന് പോയിരുന്നു. ഇശാ നമസ്കാരത്തിന് പോയിരുന്നു. മാത്രമല്ല അതിനുശേഷം നമുക്ക് കാണാൻ കഴിഞ്ഞു, ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകാൻ നേർച്ചയാക്കിയ ഒരു പെണ്ണിനോട് റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നമസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുന്നു. അപ്പോൾ ഒരു പെണ്ണിന് പള്ളിയിൽ പോകാമോ? ഇസ്ലാമിക നിയമപ്രകാരം അത് അനുവദനീയമാണ്. അത് കൂക്കിയത് കൊണ്ടോ ബഹളം വെച്ചത് കൊണ്ടോ ഇനി അതിൽ പ്രശ്നമുണ്ടാക്കിയത് കൊണ്ടോ ആ നിയമം ഇല്ലാതാവുകയില്ല എന്നെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഉന്നയിച്ച സുഹൃത്ത്, ആ സുഹൃത്തും ഈ വിഷയം മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷപ്പെടുമെന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? നബി പറഞ്ഞത് മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ നബിയും സ്വഹാബത്തും ഏത് നിലപാട് സ്വീകരിച്ചോ ആ നിലപാട് സ്വീകരിക്കുന്നവരാണ്. എല്ലാ രംഗത്തും ആ നിലപാട് സ്വീകരിക്കുന്നവരാണ്. അപ്പോൾ റസൂലുള്ളാഹിയുടെയും സ്വഹാബത്തിന്റെയും കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് പള്ളി അനുവദിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് അനുവദിക്കൽ നമ്മുടെ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഹറാമാക്കിയിട്ടില്ല എങ്കിൽ അത് ഹറാമാക്കാതെ പരിപാലിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അപ്പോൾ ആ ഫിർഖത്തുൻ നാജിയ, രക്ഷപ്പെടുന്ന കക്ഷി, ആ കക്ഷിയിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ശബ്ദമായ ബഹളമായ സാഹചര്യത്തിലും ഇങ്ങനെ അള്ളാഹുവിന്റെ ദീൻ പ്രമാണബദ്ധമായി വിശദീകരിക്കുന്നത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി ഏതെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾക്ക് ചോദിക്കാവുന്നതാണ്. അടുത്ത ചോദ്യകർത്താവിന് ചോദിക്കാം. ഉപചോദ്യമുണ്ട്. എൻ്റെ ചോദ്യം അതല്ല, ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. 72 കക്ഷികൾ, അത് നിങ്ങളുടെ അടുത്ത് കണക്കുണ്ടോ? അത് ആരൊക്കെയാണ്? അത് എല്ലാവരും വന്നു കഴിഞ്ഞോ? ഇനി വരാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് തന്നെ വിവേചിച്ചിട്ട് വരുമോ? അതാണ് എൻ്റെ ചോദ്യം. 73 മില്ലത്താരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കി ഇന്ന ആളുകൾ എന്ന നിലക്ക് വിശദീകരിച്ചിട്ടില്ല. ചില കക്ഷികളെ പറ്റി നബി പറഞ്ഞിട്ടുണ്ട്. ആ കക്ഷികളെ സംബന്ധിച്ച് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ദുൽഖുബൈസറയുടെ അനുയായികളായി കടന്നു വരുന്ന ആളുകൾ, അവരുടെ ലക്ഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവർ അള്ളാഹുവിന്റെ ഖുർആൻ ഓതും, പക്ഷെ തൊണ്ടക്കുഴി വിട്ട് താഴേക്ക് ഇറങ്ങൂല. യംറുഖൂന മിനദ് ദീനി കമാ യംറുഖു സഹ്മു മിനർ റമിയ. വേട്ടമൃഗത്തെ തുളച്ച് അമ്പ് പുറത്തേക്ക് പോകുന്നത് പോലെ മതത്തിൽ കടന്നവർ പുറത്തേക്ക് തെറിച്ചു പോകും. സീമാഹു മുത്തഹലീഖ്, അവർ തലമുണ്ടനം ചെയ്യുന്ന ആളുകളാകും. ഇങ്ങനെ ചില അടയാളങ്ങൾ ചില കക്ഷികളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ 72 വിഭാഗം ആളുകൾ അവരെ മൊത്തത്തിൽ ഇന്ന അടയാളങ്ങൾ എന്ന നിലക്ക് നബി വിശദീകരിച്ചിട്ടില്ല. അതറിയേണ്ടതുമില്ല. നേരെ മറിച്ച് പിഴച്ച കക്ഷിയേക്കാൾ ഉപരിയായി ഹൈറിന്റെ കക്ഷി ഏതാണ് അതറിയണം. നന്മയുടെ കക്ഷി ഏതാണ് അതറിയണം. ഫിർഖത്തുൻ നാജി ഏതാണ് അതറിയണം. കാരണം ഫിർഖത്തുൻ നാജി അല്ലാത്ത ആളുകൾ മുഴുവനും പോയില്ലോ, അവർ നരകത്തിലാണല്ലോ. അപ്പൊ സ്വർഗത്തിലേക്കുള്ള ഒരു കക്ഷിയുടെ അടയാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ വിശദീകരിച്ചത്. മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി അല്ലെങ്കിൽ അൽ ജമാഅ എന്നൊക്കെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ നബി അത് വിശദീകരിച്ചത് കാണാൻ കഴിയും. അവരുടെ അടയാളം പറഞ്ഞിട്ടുണ്ട്. ആ അടയാളം സ്വീകരിക്കുന്ന ഏത് കക്ഷിയും അവർ സ്വർഗത്തിന്റെ ആളുകളാണ്. ആ നിലപാട് സ്വീകരിക്കുന്ന ഏത് കക്ഷിയും അവർ ഫിർഖത്തുൻ നാജിയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വിജയിക്കുന്ന കക്ഷിയുടെ അടയാളമാണ്. ആ ഹദീസിൽ പറഞ്ഞ അടയാളങ്ങൾ സ്വീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിന് വിപരീതമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകളെ പിഴച്ച കക്ഷിയുടെ ആളുകളായി മനസ്സിലാക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും. ഞാൻ ഹനീഫ് ബോവിക്കണം. എൻ്റെ ഒരു ചോദ്യം, ഇവിടെ ഈ പ്രശ്നത്തിൻ്റെ ഇടയിൽ ഞങ്ങളെ ഡൗട്ട് ഇവിടെ ബാക്കിയാണ്, അതുകൊണ്ട് ചോദിക്കുകയാണ്. മഹാന്മാരോട് നേരിട്ട് തേടലല്ലേ തെറ്റ്? അവരോട് തവസ്സുൽ ചെയ്യാമല്ലോ. ആദം നബി അലൈഹിസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തവസ്സുൽ ചെയ്തിരുന്നല്ലോ. അതുമല്ല, നിങ്ങൾ നേരത്തെ വൈകുന്നേരം സംസാരിക്കുമ്പോൾ പറഞ്ഞു മുശ്രിക്കീങ്ങൾക്ക് ഇറങ്ങിയ ആയത്താണ് നിങ്ങൾ ഇവിടുത്തെ സുന്നി വിഭാഗത്തിനെതിരെ ഓതുന്നത്. അപ്പോൾ മുശ്രിക്കീങ്ങൾ ഹജ്ജ് ചെയ്യുമ്പോൾ തൽബിയത്തിലിരുന്നു ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലാ ശരീക ലക് തംലിഖുഹു വമാ മലക് എന്ന് പറയുമ്പോൾ ഒരു പങ്കുകാരനുള്ള അള്ളാഹുവിനെ അല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്ന പങ്കുകാരൻ ഇല്ലാത്ത റബ്ബിനെയാണ്. അപ്പോൾ നിങ്ങൾ ആ തൽബിയത്ത് സുന്നികൾക്ക് നേരെയാണ് ഓതുന്നത്. എന്താണ് അതിന്റെ വിവക്ഷ? ഇവിടെ ഒരു മുഖാമുഖം എന്ന് പറഞ്ഞ ഒരു ചോദ്യം കഴിഞ്ഞ് അതിന്റെ മറുപടികളൊക്കെ കഴിഞ്ഞിട്ടാണ് വേറൊരാൾക്ക് കൊടുക്കുക. അങ്ങനെ മുഖാമുഖം കണ്ടിന് അല്ല, അങ്ങനെ മാത്രമല്ല.
ഏതൊരു മുഖാമുഖവും അതുകൊണ്ടൊന്നും കാര്യമില്ല. ഏതൊരു മുഖാമുഖവും അതിൻ്റെ സംഘാടകർ അതിൻ്റെതായ നിബന്ധനകൾ വെക്കും. ആ നിബന്ധനകൾ അനുസരിച്ചാണ് മുജാഹിദ് പ്രസ്ഥാനം മാത്രമല്ല സമസ്തയും പരിപാടികൾ സംഘടിപ്പിക്കാറുള്ളത്. കേരളത്തിൽ സമസ്ത സംഘടിപ്പിക്കുന്ന പരിപാടിയിലും മുജാഹിദിന്റെ ആളുകൾ ഇഷ്ടപ്പെടുന്ന അനുസരിച്ചല്ല ചോദ്യോത്തരത്തിന് അവസരം കൊടുക്കുക. അത് നാട്ടിൽ നടക്കുന്ന സമ്പ്രദായമല്ല. അതുകൊണ്ട് ഒരു ചോദ്യം, ആ ചോദ്യത്തിന് ഒരു ഉപചോദ്യം, അതിലപ്പുറം അനുവദിക്കുന്ന പ്രശ്നമല്ല. അത് മാത്രമാണ് അനുവദിക്കുന്നത്, അത് മാത്രമേ അനുവദിക്കൂ. ആ നിലയ്ക്ക് ഈ ചോദ്യകർത്താവിനെ നേരത്തെ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് ഒരു ഉപചോദ്യം ചോദിക്കാം. അപ്പം ഇവിടെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, അതായത് അതിൻ്റെ ഇടയ്ക്ക് ഒരു ചോദ്യം കഴിഞ്ഞിട്ടാണ് മറ്റു ചോദ്യം വേണ്ടത്, അത് കഴിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ തീർത്തു. നമ്മൾ തീർന്നില്ല, നിങ്ങൾക്ക് തീർത്തു. എന്നാൽ ഇവിടെ അതിൻ്റെ ഇടയ്ക്കൊന്ന് വന്നിട്ടുണ്ട് മൗലൂദ് മൗലൂദ് മൗലൂദ്. മൗലൂദ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? മൗലിദ് എന്നാണ് കിതാബിന്റെ പുറത്തുള്ളത്. നോക്കിക്കൂടെ, ഒന്ന് വായിച്ചു നോക്കൂടെ റഹ്മാനി? ചോദ്യമാണോ? അല്ലേ? ചോദ്യമല്ല, അപേക്ഷ. അതിന്റെ ഇടയ്ക്ക് താങ്കൾക്ക് ചോദ്യമാണ് ചോദിക്കുക. ചോദ്യമല്ല, അത് ഇസ്ലാം കൂടി ചോദ്യമാണ്. ദർസ് പഠിപ്പിക്കൽ ഇവിടെ വേണ്ട, ദർസ് പഠിപ്പിക്കൽ ഇവിടെ വേണ്ട. താങ്കൾക്ക് ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പൊ നേരത്തെ ഫീ മൗലീൻ എന്ന വിഷയമാണ് നമുക്ക് ആദ്യം ചോദിക്കാനുള്ളത്. അതിന് മറുപടി കിട്ടിയിട്ട് മതി വേറതിന്. ആ ചോദ്യം ഞങ്ങൾ ചോദിച്ചു, അതിന്റെ ഉപചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിന് ഉപചോദ്യം, അതായത് ഫീ മൗലീൻ, ഒരു സ്ഥലത്ത് എങ്ങനെ അൽ മുഹയ്യ ലിസ്വലാത്തി, നിസ്കാരത്തിന് വേണ്ടി, അതായത് നിസ്കാരത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥലം. അവിടെ എന്തല്ല ഇഅ്തികാഫ് സ്വഹിയാവൂല എന്നാണ്. പള്ളിയുടെ വീട്ടിന്റെ ഉള്ളിൽ നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരു സ്ഥലത്ത്, അതായത് ഇഅ്തികാഫ് ചെയ്താൽ ഇഅ്തികാഫ് സ്വഹിയാവൂല എന്നാണ്. അതായത് ഫീ ഗൈരി മസ്ജിദിൻ, അതായത് പള്ളിയല്ലാത്ത സ്ഥലത്ത്. പള്ളിയല്ലാത്തവർക്ക് ഇഅ്തികാഫ് ശരിയാവില്ലല്ലോ. സുഹൃത്തെ, ചോദ്യത്തിലേക്ക് വരും. താങ്കൾ എന്താണ് ചോദ്യം? ആ ചോദ്യം ചോദിക്കും. താങ്കൾ വായിക്കുന്ന എല്ലാവരും കേൾക്കുന്നുണ്ട്. ചോദ്യം ചോദിക്കും. പള്ളിയല്ലാത്തവർക്ക് ശരിയാവൂലല്ലോ. നിങ്ങൾ ഷാഫി മദ്ഹബിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാഫി ഇമാമിനെ തള്ളുന്ന നിങ്ങൾ ഷാഫി ഇമാം മദ്ഹബ് എന്ന് പറഞ്ഞിട്ട് താങ്കളുടെ ചോദ്യമാണ് ആവശ്യം. ചോദ്യമാണ് ആവശ്യം. ചോദ്യം ചോദിക്കും. ഷാഫി മദ്ഹബിൽ, അതായത് വീട്ടിലുള്ള പള്ളിയിൽ വെച്ച് ഇഅ്തികാഫ് ഇരുന്നാൽ ഇഅ്തികാഫിന്റെ കൂലി കിട്ടൂല എന്ന ഇബാറത്ത് ഇവിടുന്ന് വായിക്കണം. ഇതുവരെ വായിച്ചിട്ടില്ല. ഈ 10 കിതാബിൽ നിന്ന് വായിച്ച ഇബാറത്ത് കൊണ്ട് അത് മനസ്സിലാവുകയില്ല. നമ്മൾ ചോദിക്കുന്നത് കിതാബ് ഓതിയിട്ടുള്ള റഹ്മാനിനോടാണ്. റഹ്മാന് മറുപടി പറയണം. സഹോദരങ്ങളെ, ഇവിടെ അനാവശ്യമായി ആരും ബഹളമുണ്ടാക്കാനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ പ്രതികരിക്കാനോ ശ്രമിക്കേണ്ടതില്ല. മാന്യമായി എല്ലാവരെയും ബോധ്യപ്പെടുത്താനും എല്ലാവർക്കും അറിയിക്കാനും അതുപോലെ തന്നെ എല്ലാവരോടും വിശദീകരിക്കുവാനുമാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അത് കൂക്കി വിളിച്ചും ബഹളം വെച്ചിട്ടും അല്ല മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു വിഷയമുണ്ടായി. ഈ നാട്ടിലുള്ള, ഈ തൃക്കരിപ്പൂരുള്ള വിവേകമതികളായ എൻ്റെ സുഹൃത്തുക്കളോട്, കാരണവന്മാരോട് ചോദിക്കട്ടെ, ഇവിടെ ഇസ്ലാമികമായൊരു വിഷയത്തിലാണോ നമുക്ക് തീർപ്പ് കാണേണ്ടത്, അതോ നമ്മുടെ വാശിക്കാണോ? ഇസ്ലാമികമായൊരു വിഷയത്തിലാണ് തീർപ്പ് കാണേണ്ടതെങ്കിൽ, അള്ളാഹുവിൻ്റെ ദീനിനാണ് തീർപ്പ് കാണേണ്ടതെങ്കിൽ, ആ തീർപ്പ് കാണേണ്ട വിഷയത്തെ മാന്യമായി നമ്മൾ സമീപിക്കേണ്ടതുണ്ട്. ഇവിടെ ഞാൻ ഒച്ചയിട്ടത് കൊണ്ടോ നിങ്ങൾ ഒച്ചയിട്ടത് കൊണ്ടോ നമ്മൾ ബഹളം വെച്ചത് കൊണ്ടോ നമുക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ വിജയിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് മാന്യമായി അള്ളാഹുവിൻ്റെ ദീനിനെ കാണാം. കുറേ ആളുകൾ അവിടെ മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ടല്ലോ, കൃത്യമായി കേൾക്കുന്നുണ്ടല്ലോ. ആ കൃത്യമായി കേൾക്കുന്നത് അവരവർ സ്വയം അവലോകനം ചെയ്യുന്നുണ്ടല്ലോ. ആരുടെയും ബുദ്ധി ആർക്കും പണയം വെക്കേണ്ടതില്ല. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മൗലിദ് എന്ന് പറഞ്ഞു, മൗലൂദ് എന്ന് പറഞ്ഞു, അതിനെ പോലും വിമർശിക്കാൻ ലളിതമായൊരു സംഗതി മൗലൂദ് അല്ലേ? ഇത് ഈ പുസ്തകത്തിന്റെ പേര് മങ്കൂസ് മൗലൂദ്, പരിഭാഷയും വ്യാഖ്യാനവും എന്നാണ്. പച്ച മലയാളത്തിലാണ് മങ്കൂസ് മൗലൂദ്. കണ്ടോ, മങ്കൂസ് മൗലൂദ്. അതുപോലും ഇവിടെ വന്നിട്ട് അതങ്ങനല്ല ഇങ്ങനല്ല എന്ന് കേട്ടാൽ, കൂട്ടരെ, നിങ്ങളെപ്പോലെ തലപ്പാവ് ധരിച്ച് കേരളത്തിന്റെ പള്ളി ദറസുകളിലും അറബി കോളേജുകളിലും ഓതിപ്പടിച്ച ആളുകളാണ് ഞങ്ങൾ. നിങ്ങളെ എല്ലാ വിവരക്കേടും അതുപോലെ തന്നെ എല്ലാ ജഹാലത്തും ഞങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ മൗലിദ് മൗലൂദ്, മൗലൂദ് എന്ന് പറഞ്ഞപ്പോൾ അത് തെറ്റ്. ഇവിടെ ബുക്കിറക്കാണ് മലയാളത്തിൽ മൗലൂദ്. അപ്പൊ ഇവർക്കൊന്നും വിവരമില്ല. ഈ മങ്കൂസ് മൗലൂദിന് അല്ലെങ്കിൽ മങ്കൂസ് മൗലിദിന് പരിഭാഷ എഴുതാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള മൂല്യന്മാര്, ആ മൂല്യന്മാര് പ്രയോഗിച്ചൊരു പ്രയോഗം ഇതേ സ്റ്റേജിൽ നിന്ന് പറഞ്ഞപ്പോൾ അതും വിവരക്കേട്. ഈ മൗലൂദെന്നും മൗലിദെന്നും പറയാം, മൗലൂദെന്നും പറയാം, മൗലിദെന്നും പറയാം. ഇസ്മു സക്കാൻ മാത്രമല്ല, ഇസ്മു മക്കാൻ മാത്രമല്ല, ഇസ്മു സമാൻ മാത്രമല്ല, നേരെ മറിച്ച് അതല്ലാതെയും പ്രയോഗമുണ്ട്.
അത് പ്രയോഗിക്കാറുമുണ്ട്. മലയാളത്തിലടക്കം അതിന്റെ പരിഭാഷ എഴുതിയവരടക്കം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മലയാളം വായിക്കാരെങ്കിൽ വായിച്ചു നോക്കും മങ്കൂസ് മൗലൂദ്. ഇനി നിങ്ങൾ നോക്ക്, വീണ്ടും ഇവിടെ തർക്കം വലിച്ചുകൊണ്ട് വന്നത് എന്താ? തർക്കം വലിച്ചുകൊണ്ട് വന്നത് 10 കിതാബാണ്. എന്റെ കൂട്ടരെ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചു. എന്താ രേഖപ്പെടുത്തി വെച്ചത്? അതേ, പള്ളിയിലാണ് ഇഅ്തികാഫ് സഹിഹാവുക. അൽ ജാമിഉ ഔലാ, അത് ജുമുഅയുള്ള പള്ളിയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. പള്ളിയാകണം. ജുമുഅയുള്ള പള്ളിയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. അപ്പോ ഏറ്റവും ഔലയായത് ജുമുഅയുള്ള പള്ളിയാണ്. ഇത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ജുമുഅയുള്ള ഒരു പള്ളിയിൽ പെണ്ണ് പോയി ഇഅ്തികാഫിരുന്നാൽ അത് സ്വഹീഹാണോ? സ്വഹീഹാണ്. സ്വീകാര്യമാണോ? സ്വീകാര്യമാണ്. അതിനെ ഗണ്ണിക്കാൻ, അതിനെ എതിർക്കാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. ഇസ്ലാമിന്റെ ഗണ്ഡിതമായ ഒരു നിയമത്തെ എതിർക്കാൻ ലോകത്തെ ഒരു ശക്തിക്കും സാധിക്കുകയുമില്ല. അതുകൊണ്ട് മാന്യരായ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇവിടെ ഏതൊരാൾക്കും ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന സുന്ദരമായ ഒരു ആശയത്തെ ദുർവ്യാഖ്യാനിക്കുകയും അതുപോലെ തന്നെ ദുർവ്യാഖ്യാനിക്കുകയും അത് മോശമായി അവതരിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ എന്റെ മാന്യരായ സഹോദരങ്ങൾ, ഇത് കേൾക്കാനും അതുപോലെ തന്നെ മനസ്സിലാക്കാനും ഇത് ഇവിടെ ഇരിക്കാനും തക്കവണ്ണം ശേഷിയില്ലാത്ത ആളുകൾ അവർക്ക് പോകാം, അവർക്ക് പിരിഞ്ഞു പോകാം. മാന്യമായി അവർക്ക് പിരിഞ്ഞു പോകാവുന്നതാണ്. ഇവിടെ ഇരിക്കാനും അതുപോലെ തന്നെ ഇത് കേൾക്കാനും സമാധാനം കിട്ടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വീടുകളിലേക്ക് പിരിഞ്ഞു പോകാം. ഇവിടെ ഇരിക്കാനും കേൾക്കാനും മറുപടികൾ ഗ്രഹിക്കാനും കഴിവുള്ള, അതിന് പ്രാപ്തിയുള്ള ആളുകൾ മാത്രം ഇരുന്നാൽ മതി. അല്ലാതെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കേൾക്കാനും പറ്റൂല, ഇരിക്കാനും പറ്റൂല എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇവിടെ ഇരിക്കേണ്ടതില്ല. അവർക്ക് അവരുടെ വീടുകളിൽ പോയി ഇരിക്കാവുന്നതാണ് സ്വസ്ഥമായി. ഇത് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അതുപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുവാനും ഉത്തരങ്ങൾ ഗ്രഹിക്കുവാനും അതിന്റെ ശരിതെറ്റുകൾ അവലോകനം ചെയ്യുവാനും ഒക്കെ പ്രാപ്തിയുള്ള കഴിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ട മാന്യമായ ഒരു സദസ്സാണ്. ആ സദസ്സിലേക്ക് കടന്നു വന്നുകൊണ്ട് അത് അലങ്കോലപ്പെടുത്തുക എന്നത് ഒരിക്കലും ശരിയല്ല. കേൾക്കേണ്ട ആളുകൾ അവിടെ കേൾക്കുക, അവരവരുടെ സദസ്സുകളിൽ ഇരിക്കുക, ബഹളമുണ്ടാക്കാതെ അതുപോലെ തന്നെ പ്രശ്നമുണ്ടാക്കാതെ കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുക. ഇവിടെ സംഗതി വളരെ കൃത്യമായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി ഇവിടെ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്, പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരാളും പ്രശ്നമില്ലാതെ കേൾക്കാവുന്നതാണ്, ബഹളമുണ്ടാക്കാതെ കേൾക്കാവുന്നതാണ്. റദ്ദുണ്ടോ, ഖണ്ഡനമുണ്ടോ, ആ ഖണ്ഡനം ചോദ്യകർത്താവിന് വീണ്ടും ചോദിക്കാവുന്നതാണ്. ഈ രൂപത്തിൽ ചോദിക്കാവുന്ന ഒരു അവസരം തന്നിട്ട് ഇത് ബഹളമയമായ ഒരു അന്തരീക്ഷത്തിൽ ആക്കണമെന്ന് ആഗ്രഹിച്ച് കടന്നു വന്നവർ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ബഹളമുണ്ടാക്കാൻ നിൽക്കുന്നു. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉചിതമായ നിലപാടേ അല്ല, നല്ല ഒരു നിലപാടല്ല. ഇവിടെ കൃത്യമായി വിശദീകരിക്കപ്പെട്ടിട്ടും പറഞ്ഞിട്ടും വീണ്ടും ബഹളമുണ്ടാക്കണമെന്ന് വാശിയുള്ള ആളുകൾ അവരെന്തിനു പേടിക്കണം? എന്തിനവർ ഭയപ്പെടണം? ഒരു പേടിയും പേടിക്കാതെ കൃത്യമായി എന്റെ സഹോദരങ്ങൾ കാര്യങ്ങൾ കേൾക്കുക. എന്തിനാണ് ഈ പരിപാടി ഇവിടെ വെച്ചത്? കൂട്ടരെ, ഒന്ന്, ഏകനായ അള്ളാഹു അവൻ മാത്രമാണ് പ്രാർത്ഥനക്കർഹൻ. ആ അള്ളാഹുവിന് പുറമെ ഒരു ശക്തിയോടും പ്രാർത്ഥിച്ചുകൂടാ. ഇത് പഠിപ്പിക്കാനാണ്, ഇത് ബോധ്യപ്പെടുത്താനാണ്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും അള്ളാഹുവിന് പുറമെയുള്ള ശക്തികളോട് പ്രാർത്ഥിക്കാതിരിക്കുകയും ചെയ്യുക എന്ന വളരെ സുന്ദരമായ ഇസ്ലാമിന്റെ നിലപാട്. ആ നിലപാട് ഒന്നാമത് ഇവിടെ സമർത്ഥിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ നാട്ടിൽ പ്രചരിച്ചിട്ടുള്ള മാലകളും മൗലിദുകളും അതിലുള്ള അനിസ്ലാമികമായ വാദങ്ങൾ അതിവിടെ സമർത്ഥിക്കാവുന്നതാണ്. പറഞ്ഞു പലതും, പക്ഷെ അതിനെ സംബന്ധിച്ച കൃത്യമായ ചോദ്യങ്ങൾ വന്നിട്ടില്ല. ചോദിച്ചാൽ മറുപടി പറയും. അതുപോലെ തന്നെ ഈ സമൂഹത്തിലെ അർദ്ധവാദിയായ സ്ത്രീ ജനങ്ങൾക്ക് അള്ളാഹുവിന്റെ പള്ളികളിൽ പോകാൻ വാദമുണ്ടോ? ഇന്ന് ആ വിഷയത്തിൽ തർക്കിക്കുന്നത് പോലും അബദ്ധമാണ്. കാരണം കേരളത്തിന്റെ മണ്ണിൽ വളരെ കൃത്യമായി ഒരുപാട് സ്ഥലങ്ങളിൽ പള്ളികൾ നിർമ്മിക്കുകയും ആ പള്ളിയോടനുബന്ധിച്ച് തന്നെ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ സൗകര്യം ഏർപ്പെടുത്തപ്പെട്ട ഈ കാലഘട്ടത്തിൽ അതിനെക്കുറിച്ച് സംശയം ഉന്നയിക്കുന്നത് പോലും അബദ്ധമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോ ഏതായിരുന്നാലും എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇവിടെ നമ്മുടെ നിയമപാലകന്മാർ അനുവദിച്ച ആ പെർമിഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാന്യമായി ചോദ്യം ചോദിക്കാൻ അവസരം കൊടുത്തുകൊണ്ട് സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടിയാണിത്. ഇവിടെ ആരും വന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആർക്കും വന്ന് മാന്യമായി ചോദ്യം ചോദിക്കാനും നേർക്കുനേർ ഉത്തരം പറയുവാനുമുള്ള സാഹചര്യം ഉണ്ടായിട്ട് ആ
മാന്യമായ സദസ്സ് പോലും അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ആരാണ് ഇതിനെ ഭയപ്പെടുന്നത് എന്നത് എൻ്റെ സുഹൃത്തുക്കൾ ചിന്തിക്കണം. എന്തിനാണ് ഭയപ്പെടുന്നത്? ഇത് പറഞ്ഞാൽ ആർക്ക് എന്താണ് നഷ്ടപ്പെടുക? കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനാണെന്ന് ഉറപ്പിച്ചിട്ട് ജനത അത് സ്വീകരിക്കുള്ളൂ, ആളുകൾ അങ്ങനെ സ്വീകരിക്കുള്ളൂ. അപ്പോൾ അവിടെ വന്നത് കേൾപ്പിക്കാതിരിക്കുക, ബഹളമുണ്ടാക്കുക എന്നുള്ള നിലപാട് ഒരിക്കലും നമുക്ക് യോജിച്ചതല്ല. ഇനി എൻ്റെ സുഹൃത്തുക്കളോട് സൂചിപ്പിക്കാനുള്ളത്, ഈ 10 കിതാബ് ഏതായിരുന്നാലും ഈ 10 കിതാബ് ഇവിടുത്തെ ദൃക്സാക്ഷിയാണല്ലോ. നിങ്ങൾ ചിന്തിക്കുക, ഇനി നിങ്ങൾ പോയിട്ടൊരു മലയാള പരിഭാഷ വാങ്ങുക, നിങ്ങൾക്കൊരു മലയാള പരിഭാഷ കിട്ടുമല്ലോ. ആ 10 കിതാബിൻ്റെ മലയാള പരിഭാഷ വാങ്ങിയിട്ട് നിങ്ങളൊന്ന് കേൾക്കുക, ഒന്ന് വായിച്ചു നോക്കുക. ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉസ്താദ് എൽമല്ല വിവരമുള്ള ഏതെങ്കിലും ഒരു ആലിമിൻ്റെ അടുക്കൽ പോയിരിക്കുക, എന്നിട്ട് ചോദിക്കുക, എന്താ ഉസ്താദ് ഇത് ഈ ഇബാറത്തിന്റെ അർത്ഥം? വലാ യസ്യഹു ഫിൽ മൗദിഇൽ വലാ യസ്യഹു ഫിൽ മൗദിഇ, നമസ്കാരത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലം, ആ സ്ഥലത്ത് ഒരിക്കലും ഇഅ്തികാഫ് സഹീഹാവുകയില്ല. ഫീ ഗൈരിൽ മസ്ജിദി മിനൽ മൈത്തി, കണ്ടോ, പള്ളിയിലല്ലാതെ നമസ്കാരത്തിന് വേണ്ടി പ്രത്യേകം ഒരുക്കപ്പെട്ട ഒരു സ്ഥലം, അത് വീട്ടിൽ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ പോലും ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഇഅ്തികാഫിരുന്നാൽ അത് സഹിയാവുകയില്ല എന്ന് നേർക്ക് നേരെ എഴുതി വെച്ച ഒരു വാചകം. ആ വാചകത്തിന് വേറെ മാനയുണ്ട്, വേറെ അർത്ഥമുണ്ട്, അതല്ല വേറെ അർത്ഥമാണ് എന്ന രൂപത്തിൽ ദുർവ്യാഖ്യാനിക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളെ, അത് ഏതൊരാൾക്കും ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആൾക്കാർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, മാന്യമായ മറുപടി പറയും. ഇനി അതല്ല, നിയമപാലകന്മാരുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ഇങ്ങനൊരു സാഹചര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ ആ അഭ്യർത്ഥനക്ക് ഞങ്ങൾ വില കൽപ്പിക്കുന്നുണ്ട്. അവരുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ടായിരിക്കും ഇനി മുന്നോട്ട് പോവുക. അസ്സലാമു അലൈക്കും. എൻ്റെ ചോദ്യം, സ്ത്രീക്ക് പള്ളിയിൽ പോയി നമസ്കരിക്കുന്നതിന് പ്രത്യേക പുണ്യമുണ്ടോ? സ്ത്രീക്ക് പള്ളിയിൽ നമസ്കരിക്കുന്നതിന് പ്രത്യേക പുണ്യമുണ്ടോ എങ്കിൽ ക്ലിയർ ആയി ഇൻഷാ അല്ലാഹ്. പിന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ നിയമപാലകർ ഈ പരിപാടി അവസാനിപ്പിക്കണം എന്നുള്ള അറിയിപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട്. മാന്യ ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തെ മാനിച്ചുകൊണ്ട് ആ ചോദ്യത്തിലുള്ള മറുപടിയോടുകൂടി ഈ പരിപാടി പിന്നെ മുഖാമുഖം അവസാനിക്കുന്നതാണ്. മറുപടി പറയുന്നതിന് വേണ്ടി ബഹുമാന്യനായ അനസ് മൗലവിയെ ക്ഷണിക്കുന്നു. എൻ്റെ സുഹൃത്തിന് കാര്യങ്ങൾ ഇവിടെ നടന്നത് ഏതായാലും ബോധ്യപ്പെട്ടു. വിവരമുള്ള ആളുകൾ വന്നൊരു ചോദ്യം ചോദിക്കുക, ബാക്കിയുള്ള ആൾക്കാർ ബഹളം വെക്കുക, അത് ഒരിക്കലും ശരിയായില്ല എന്നാണ് അവസാനം ചോദിച്ച ചോദ്യകർത്താവ് അദ്ദേഹം നിഷ്പക്ഷമായി തന്നെ വിലയിരുത്തിയിട്ടുള്ളത്. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഇവിടെ വിവരമുള്ള ആളുകൾക്ക് ചോദിക്കാൻ അവസരം ഉണ്ടായിരുന്നു, അവർ ചോദിക്കുമ്പോൾ അത് എന്താണ് വായിക്കുന്നത് എന്ന് പോലും അറിയാത്ത ആളുകളാണ് ഇവിടെ ബഹളമുണ്ടാക്കാൻ നിന്നത്. ഇവിടെ എൻ്റെ സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞതിലുണ്ട്. എന്തെങ്കിലും ഒരു ശ്രദ്ധതയുണ്ടോ എന്ന്. ഒരു പുരുഷൻ പള്ളിയിൽ പോയി നമസ്കരിച്ചാൽ അതിന് എന്ത് ശ്രദ്ധതയുണ്ടോ അതൊരു പെണ്ണ് പള്ളിയിൽ പോയി നമസ്കരിച്ചാലും ഉണ്ടാകും. ഇത് വളരെ ഗണ്യമായി നേരത്തെ വായിച്ച ഹദീസിൽ തന്നെയുണ്ട്. നേരത്തെ ഞാൻ വായിച്ചു പറഞ്ഞല്ലോ, ഏത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ പറയാൻ, എന്ന് മോളെ നീ റസൂലുള്ളാഹിന്റെ ഈ പള്ളിയിൽ നമസ്കരിച്ചോളൂ, ഈ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നീ നമസ്കരിച്ചാൽ നിനക്ക് കിട്ടുന്ന മെച്ചം ബൈത്തുൽ മുഖദ്ദസിൽ നമസ്കരിച്ചാൽ കിട്ടുന്നതിനേക്കാൾ കൂലി 1000 ഇരട്ടി കൂലി, മറ്റു പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ എല്ലാം 1000 ഇരട്ടി കൂലി ഈ പള്ളിയിൽ നിനക്ക് കിട്ടും. ആ കൂലി കിട്ടാൻ വേണ്ടിയാണ് ആ പെണ്ണിനോട് മഹദി മൈമൂന റളിയല്ലാഹു അൻഹ പറഞ്ഞത്, വസല്ലി ഫീ മസ്ജിദിർ റസൂൽ, റസൂലുള്ളാഹിന്റെ ഈ പള്ളിയിൽ നമസ്കരിക്കുക. അപ്പോൾ വളരെ ലളിതമാണ്. ഒരു പുരുഷൻ പള്ളിയിൽ നമസ്കരിച്ചാൽ കിട്ടുന്ന എല്ലാ പ്രതിഫലവും ആ സ്ത്രീ പള്ളിയിൽ നമസ്കരിച്ചാൽ കിട്ടും. ഇത് ഖുർആനും ഖണ്ഡിതമായി പറഞ്ഞതാണ്. വമയ്യഅമൽ മിനസ് സ്വാലിഹാത്തി മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന വലാ യുദ്ലമൂന നഖീറാ. ആണാകട്ടെ പെണ്ണാകട്ടെ ഒരു അമലുസ് സ്വാലിഹാത്ത് ചെയ്താൽ അവർക്ക് സ്വർഗ്ഗമുണ്ട്, അള്ളാഹു ഒരു തരിമ്പ് പോലും അനീതി കാണിക്കുകയില്ല എന്ന് സൂറത്തു നിസാഇന്റെ 124-ാമത്തെ ആയത്തിലും സൂറത്തു നഹലിൽ അള്ളാഹു 97-ാമത്തെ ആയത്തിലും സൂറത്തു ആഫിറിൽ 40-ാമത്തെ ആയത്തിലും വളരെ ഗണ്ഡിതമായി പറയുന്നതാണ്. അപ്പോൾ ഒരു പുരുഷൻ ചെയ്ത പുണ്യത്തിനെ കൂലിയുള്ളൂ, ഒരു പെണ്ണ് പുണ്യം ചെയ്താൽ കൂലിയില്ല എന്നല്ല പറയുന്നില്ല. നേരെ മറിച്ച് ആണാകട്ടെ പെണ്ണാകട്ടെ അവളൊരു അല്ലെങ്കിൽ അവനൊരു അമലു സ്വാലിഹാത്ത് ചെയ്ത് മുഅ്മിനാകണമെന്ന നിബന്ധനയോടെ അമലു സ്വാലിഹാത്തുകൾ ചെയ്താൽ അവരോട് അല്ലാഹു അനീതി കാണിക്കുകയില്ല എന്ന് ഖണ്ഡിതമായി ഖുർആൻ പറഞ്ഞതാണ്. ശ്രേഷ്ഠതയുണ്ടോ? ശ്രേഷ്ഠതയുണ്ട്. പള്ളിയിൽ പോയി നമസ്കരിച്ച ശ്രേഷ്ഠതയുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ മൈമൂന റളിയല്ലാഹു അൻഹയുടെ ഹദീസിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇതുപോലെ മാന്യമായി ചോദിക്കാമല്ലോ കൂട്ടരെ, മാന്യമായി ചോദിക്കാമല്ലോ, ഒരു ബഹളവുമില്ലാതെ ചോദിക്കാമല്ലോ. നേരെ മറിച്ച് ഒരാൾ ചോദിക്കുക, എന്നിട്ട് അയാൾ എന്തെങ്കിലും പറയുമ്പോൾ മറ്റുള്ളവർ ബഹളം വെക്കുക. അത് ബഹളം വെച്ചാൽ ഇവിടെ നമ്മുടെ നിയമപാലകന്മാരുണ്ട്, അവർക്കത് പ്രശ്നം.
അതുപോലെ തന്നെ ഈ നാട്ടിൽ അമുസ്ലിങ്ങളുണ്ട്, അവരെന്ത് വിചാരിക്കും നമ്മെ പറ്റി? അവരെന്താ കരുതുക? ബഹളം വെക്കാനല്ലല്ലോ ഈ പരിപാടി വെച്ചത്, മാന്യമായി ചോദിക്കാനും മാന്യമായി മറുപടി പറയാനും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടായി, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയിട്ട് നാളെ ഈ തൃക്കരിപ്പൂർ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് നോക്കേണ്ടവരാണ്, സലാം പറയേണ്ടവനാണ്. ഞാൻ മരിച്ചു വീണാൽ എൻ്റെ ജനാസ എടുത്തുകൊണ്ട് പോകേണ്ടവരാണ്. നിങ്ങൾ മരിച്ചു വീണാൽ നിങ്ങളുടെ ജനാസ എടുത്തുകൊണ്ട് കബറിൽ കൊണ്ട് വെക്കേണ്ട ആളുകളാണ്. നമ്മൾ എന്തിനാ അടിക്കുന്നത്? എന്തിന് ബഹളം വെക്കുന്നത്? എന്തിന് കൂക്കുന്നത്? നമ്മൾ മുസ്ലിങ്ങളല്ലേ? നമ്മുടെ മുസ്ലിം എന്ന ആ ഒരു സംജക്കൊരു സംസ്കാരമല്ലേ? നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയല്ലേ? നബി പോയിട്ടുണ്ട് ഏതെങ്കിലും സദസ്സിൽ കൂക്കാൻ? അബൂജഹൽ അവിടെ ഉണ്ടായിട്ടില്ലേ? ഉത്ബത്ത് ഉണ്ടായിട്ടില്ലേ? ശൈബത്ത് ഉണ്ടായിട്ടില്ലേ? വലീദ് ബിൻ മുഗീറ ഉണ്ടായിട്ടില്ലേ? നബിയെ തല്ലിയിട്ടില്ലേ? നബിയെ ആക്ഷേപിച്ചിട്ടില്ലേ? നബി പോയിട്ടുണ്ടോ കൂക്കി വിളിക്കാൻ, ആക്ഷേപിക്കാൻ? പോയിട്ടില്ലല്ലോ കൂട്ടരെ. ആ മുഹമ്മദ് നബിയെ നെഞ്ചോടടിക്ക് പിടിച്ചവരല്ലേ നമ്മള്? ആ നേതാവിനെ നെഞ്ചോടടിക്ക് പിടിച്ചവരല്ലേ നമ്മള്? നമ്മൾ ആ റസൂൽ പഠിപ്പിച്ച മാതൃകക്കെതിരെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ? ആ മാന്യതക്കെതിരെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ? ഞാൻ ഈ പരിപാടി അവസാനിപ്പിക്കുമ്പോൾ ഈ തൃക്കരിപ്പൂരുള്ള ഇവിടെ ബഹളമുണ്ടാക്കിയ എൻ്റെ മാന്യ സഹോദരങ്ങളെ, നിങ്ങളോട് ഞങ്ങൾക്ക് വെറുപ്പില്ല, വിദ്വേഷമില്ല. ഒരു നിങ്ങൾ ദീനെ സംരക്ഷിക്കാൻ വന്നു എന്ന ഭാവേന വന്നവരാകും, പക്ഷേ നിങ്ങൾ കബളിപ്പിക്കപ്പെട്ടവരാണ്, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവരാണ്. നിങ്ങൾ ഇന്ന് ബഹളമുണ്ടാക്കി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി ചിന്തിക്കുക, നിങ്ങളുടെ വീടുകളിൽ നിന്ന് ചിന്തിക്കുക, എന്തിനവിടെ ബഹളം ഉണ്ടാക്കി? ഒരു ദീനിന്റെ സദസ്സിൽ പോയി എന്തിനു ബഹളമുണ്ടാക്കി? അത് ഒരിക്കലും മാന്യതയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാന്യമായി എൻ്റെ സഹോദരങ്ങൾ പിരിഞ്ഞു പോകണം. നമ്മളെല്ലാവരും പരസ്പരം കാണേണ്ടവരാണ്, മുസ്ലിമീങ്ങളാണ് എന്ന ധാരണയിൽ തന്നെ നിങ്ങൾ പിരിഞ്ഞു പോകണം. അല്ലാതെ നമ്മളൊരിക്കലും പരസ്പരം തമ്മിൽ തല്ലേണ്ടവരോ ആക്രമിക്കേണ്ടവരോ അല്ലെങ്കിൽ മോശമായി കാണേണ്ടവരോ അല്ലെങ്കിൽ ആക്ഷേപിക്കേണ്ടവരോ അല്ല. നമ്മുടെ നിയമപാലകന്മാർ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ആ നിർദ്ദേശം നമ്മൾ പാലിക്കുകയും മാന്യമായി തന്നെ നിങ്ങൾ പോവുകയും ചെയ്യുക. ഒരുപാട് മുഖാമുഖങ്ങൾ ഇൻഷാ അല്ലാഹ് കേരളത്തിന്റെ മണ്ണിൽ കടന്നു വരുന്നുണ്ട്. മാന്യമായി വന്ന് ചോദിക്കാവുന്ന എല്ലാ സഹോദരങ്ങളും ഞങ്ങൾ ആത്മാർത്ഥമായി ക്ഷണിക്കുകയാണ്. ബഹളമുണ്ടാക്കുന്നവരെയല്ല, ആക്രമിക്കുന്നവരെയല്ല, അടിക്കാൻ വരുന്നവരെയല്ല, മാന്യമായി ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ഇസ്ലാമിക പ്രമാണങ്ങളെ വിലയിരുത്തുവാൻ തയ്യാറുള്ളവരുമായ സഹോദരങ്ങളെ മാന്യമായി ക്ഷണിച്ചുകൊണ്ട് ഈ മുഖാമുഖം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്, നിർദ്ദേശം പാലിച്ചുകൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കസേരയിൽ ഇരിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ ആ കസേര അടുക്കി വെച്ചുകൊണ്ട് എല്ലാവരും നിശബ്ദരായി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മടങ്ങിപ്പോവുക. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാകപ്പഴവോ നമ്മുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും കുറവുകളോ വന്നുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ ഞങ്ങൾക്ക് മാപ്പ് തരണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് മാന്യമായി എല്ലാവരും പിരിഞ്ഞു പോകണമെന്ന് ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.